ബോധിയുടെ ചർച്ചാ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആദ്യമേ എൻ്റെ സന്തോഷവും നിങ്ങളോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഒരു വലിയ വിഷയ അവതരണം എന്നതിനുപരി നിങ്ങളുടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച കൂട്ടായ്മയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ചില വാക്കുകൾ ഒരു ചർച്ചയിൽ പങ്കാളിയാകുക എന്നതാണ്. നല്ല ചർച്ചകൾ പറയുക എന്നതിനേക്കാളേറെ കേൾക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ്. നല്ല ചർച്ചകൾ നടക്കുമ്പോൾ കേൾക്കാൻ കൂടി ക്ഷണിച്ചാൽ സമയമുള്ളപ്പോൾ ബോധ്യമായി സഹകരിക്കാൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നവോത്ഥാനത്തിൻ്റെ വഴികൾ എന്നതാണ്. സാറ് വഹിക്കുമ്പോൾ പുതിയൊരു കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ ഒരു പുതിയൊരു കാലഘട്ടത്തിൽ ആ ഒരു പഴയ ഒരു പൊളിച്ചെഴുത്തിൻ്റെ സ്മരണകൾ ഒന്ന് ഓർത്തെടുക്കുക എന്നത് തന്നെ ഒരുപക്ഷെ ഈ കാലത്തെ നവീകരിക്കാൻ പോകുന്ന ഏറെ കനലുകൾ ഈ നവോത്ഥാനത്തിൻ്റെ വഴികളിൽ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ വിമർശനങ്ങൾ ഒക്കെ ആ രംഗത്തുണ്ട്. അത്തരം വഴികളിലൂടെയൊന്നും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം തന്നെ ഞാൻ ഒരിക്കൽ ബുദ്ധമതത്തെക്കുറിച്ച് എഴുതിയപ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായി എഴുത്തു വന്നു. കാരണം അങ്ങനെയല്ല, നിങ്ങൾ എഴുതുന്ന പോലെയല്ല, ശ്രീധരമേനോനും ഇളങ്കുളവും പറയുന്ന പോലെയല്ല, PK ബാലകൃഷ്ണൻ ഇതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, കാര്യങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ വരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിന് എൻ്റേതായ മൗലികമായ ചില നിരീക്ഷണങ്ങൾ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തികച്ചും മൗലികവും അതിൻ്റെ സമീപന രീതി തികച്ചും സാംസ്കാരികവുമായ ഒരു സമീപന രീതിയിലേക്ക് അതിനെ ഒരു നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഇതിന് കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ പങ്കെടുക്കുന്നവർ, ഭാവിയിൽ കേൾക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എന്നെക്കാളും പണ്ഡിതരായിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ളവർക്ക് അത് സാധ്യമാകുമെന്നതും ഇതിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായിരിക്കുന്ന ഒന്നാണ്. ഈ നവോത്ഥാനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ യൂറോപ്പിലെ നവോത്ഥാനത്തെക്കുറിച്ചാണ് പൊതുവെ എല്ലാവരും നവോത്ഥാനം എന്ന് പറയുന്നത്. അതുണ്ടായത് ആ പറച്ചിലുകൾക്ക് ഒരുപക്ഷെ അതിനെ ചെറുതായി കാണേണ്ടതില്ല. ഒരു ലോകത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ, ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടായ ഒരു പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, 13-ാം ശതകം മുതൽ ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മാറ്റിമറിച്ച, തകിടം മറിക്കുന്ന രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റമുണ്ടായി. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടായി എന്ന് വേണം അത് പറയാം. അത് ഹ്യൂമനിസത്തിലുണ്ടായി, അത് കലയിലുണ്ടായി, കലയിൽ തന്നെ ശില്പകലയിൽ, ചിത്രകലയിൽ, സാഹിത്യത്തിൽ, സംഗീതത്തിൽ, കൃഷിയിൽ, വ്യവസായത്തിൽ, നഗരവൽക്കരണത്തിൽ എന്ന് വേണ്ട മനുഷ്യൻ ഇടപെടുന്ന സമസ്ത മേഖലയിലും അതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിത രീതികളെ മൊത്തത്തിൽ തകിടം മറിച്ചുകൊണ്ട് പുരോഗമനപരമായ ഒരു എടുത്തുചാട്ടം ലോകത്തിൽ ഉണ്ടാക്കി ഒരു മാറ്റിമറിച്ചിൽ തന്നെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ യൂറോപ്യൻ നവോത്ഥാനത്തെ വീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്ന എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തത് യൂറോപ്പിലെ നവോത്ഥാനമാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ സാഹിത്യത്തിൽ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഈ ഡോക്ടർ ജോൺസൺ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ചോദിക്കുന്നു പോപ്പ് കവിയാണോ എന്ന് ചോദിച്ചു. വലിയ വിപ്ലവമായിരുന്നു അത്. പോപ്പ് കവിയാണോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ എഴുത്തുകാരനാണെന്നോ അവൻ എഴുതിയ ഒരു കൃതിയാണെന്നോ അംഗീകരിക്കണമെങ്കിൽ പോപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നടക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ മതത്തിനുള്ളിൽ തന്നെ പരിവർത്തനത്തിൻ്റെ എതിർശബ്ദങ്ങൾ ഉയർന്നുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിനെയൊക്കെ പോലെയുള്ളവർ ആ രംഗത്ത് വന്നുകൊണ്ട് ക്രൈസ്തവ മതത്തിൽ പൊളിച്ചെഴുത്തുണ്ടാകുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തയെ, ഒരുപക്ഷെ കാലത്തിൻ്റെ ഭൂതകാലത്തിൽ കിടക്കുന്ന ഏറ്റവും പുരോഗമനകരമായ ഗ്രീക്ക് തത്വചിന്തയെ പുനരാവിഷ്കരിക്കുന്ന ഒരു സാംസ്കാരികമായ പ്രക്രിയ യൂറോപ്യൻ നവോത്ഥാനത്തിൽ വരുന്നു. അപ്പോൾ അങ്ങനെ ഗ്രീക്കിൻ്റെയും റോമൻ സംസ്കാരത്തെയും അവർ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുതിയ ചില ക്ലാസിക്കുകളുടെ നവീകരണം
അവർ കൊണ്ടുവരുന്നു. അതൊക്കെ കൊണ്ടുവരുന്നത് കുറേ ആസൂത്രിതമായിട്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാര്യം പഴയതിൻ്റെ ശക്തിയെ, ഊർജത്തെ ആവാഹിച്ചുകൊണ്ട് പുതിയ വെല്ലുവിളികളെ, ജീർണതകളെ നേരിടുവാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നു. ഇപ്പോൾ അരിസ്റ്റോട്ടലിനെ, പ്ലേറ്റോയെ, ലോങ്കിനസിനെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് ഒരു മാറ്റത്തിൻ്റെ വലിയ ശങ്കുലി അത് തീർത്തു. അതുപോലെ കലാരംഗത്ത് ചിത്രകലയിൽ മൈക്കലാഞ്ചലോ, ലിയനാർഡോ ഡാവിൻസി അവരൊക്കെ ഒരുപക്ഷെ ബൈബിൾ ചിത്രങ്ങൾ മാത്രം വരച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് മനുഷ്യമുഖങ്ങളെ കൂടി അവർ കൂട്ടിച്ചേർത്തു. അതൊക്കെ ആ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ അത് വിപ്ലവകരമായ ഒരു മാറ്റമാണ് എന്ന് നമുക്ക് പറഞ്ഞുതരാം. ദാന്തയുടെ ഡിവൈൻ കോമഡി നമ്മുടെ നാടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ ഡിവൈൻ കോമഡി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കിളിമാനൂർ രമാകാന്ത സാറാണ്. പലർക്കും അതറിയത്തില്ല. ദാന്തയുടെ ഡിവൈൻ കോമഡി എന്ന് ദാന്തെ ആ കൃതി രചിച്ചതോടുകൂടി അതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അങ്ങനെ സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, അതുപോലെ നഗരവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ നഗരം വളരുന്നു, വ്യവസായം വളരുന്നു, കാർഷിക വിദ്യ വളരുന്നു, ക്രയവിക്രയ ശേഷി വളരുന്നു. കലയെ, സാഹിത്യത്തെ സംരക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനും വേണ്ടി ഒരു സമൂഹം, ജനത മുന്നോട്ട് വരുന്നു. അതിങ്ങനെ യൂറോപ്പിൽ ഒരു രാജ്യം ഒന്നിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ യൂറോപ്പ് മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒന്നായിട്ട് അത് മാറുന്നു. അപ്പോൾ യൂറോപ്പിലെ നവോത്ഥാനത്തെ, ആ നവോത്ഥാനം എന്ന അർത്ഥത്തിൽ തന്നെ എല്ലാവരും അതിനെ നോക്കിക്കാണുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തെ വിമർശനങ്ങളും അതിനെതിരെ ഇല്ലാതില്ല. കാരണം അതൊരു കൊളോണിയൽ സംസ്കൃതിയെയും യൂറോപ്പ് കേന്ദ്രീകൃതമായി മാത്രമേ സംസ്കാരം വളർന്നു എന്നതിനെയും അന്ന് അധിനിവേശ ശക്തികളായി നിലനിന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അധിനിവേശത്തെ അതിനെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള ചില വിമർശനങ്ങളും ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ഈ യൂറോപ്പിലുണ്ടായിട്ടുള്ള നവോത്ഥാനത്തെ ആ രീതിയിൽ ചിലർ നോക്കിക്കാണുന്നുണ്ട് എന്നതും കൂടി കൂട്ടിച്ചേർക്കാതിരിക്കാൻ കഴിയില്ല. അടുത്ത് വരുന്ന നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനമാണ്. ഒരുപക്ഷെ യൂറോപ്പിൽ കാണുന്നത് പോലെ അവിടെ ക്രൈസ്തവ മതത്തിന് അവിടെ ഈ മതം മാത്രമല്ല, ആ ഒരു കാലഘട്ടം പറഞ്ഞു പോയി ഒരുപാട് പറയേണ്ടി വരും. മതവും പൗരോഹിത്യവും ഭരണകൂടവും ഒന്നായി നിന്നുകൊണ്ട് ഭരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു ഇരുണ്ട യുഗം, ആ ഇരുണ്ട യുഗത്തിൽ നിന്നുള്ള വിമോചനം കൂടിയായിരുന്നു അത്. ഇന്ത്യൻ നവോത്ഥാനത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറയുന്ന ലോകത്ത് ഒരു കാലത്ത് ഒരിക്കലും കാണാൻ കഴിയാത്ത വിധത്തിലാണ്. ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ഏത് മതം എന്ന് ചോദിച്ചാൽ ഹിന്ദു മതം എന്ന് പറയുന്നതിൽ സനാതന മതം. ആ സനാതന മതം എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിച്ചു എന്നോ ഒരുത്തും പിടിയും കിട്ടാത്ത ഒരു മതം. ആ മതം നായാടി മുതൽ നമ്പൂതിരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മതം. ജാതികളും ഉപജാതികളും കൊണ്ട് അടിമത്തത്തിൻ്റെ നിരവധി വേലിക്കെട്ടുകൾ ഇങ്ങനെ തീർത്തു വെച്ചിരിക്കുന്ന ഒരു നാട്. അത് ആ ഒരു നാട്ടിലെ ഒരു നവോത്ഥാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ തന്നെ അത് പരിഷ്കരണമാണ്, നവീകരണമാണ് എന്നൊക്കെ ചിലർ പറയുന്നതിനെ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ ചിലപ്പോൾ അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. അത് നടക്കുമ്പോഴും ഇന്ത്യയിലുണ്ടായ നവോത്ഥാനം നടക്കുമ്പോഴും ജാതീയമായ പ്രത്യയശാസ്ത്ര അടിത്തറയെ അവർ സംരക്ഷിച്ചു എന്നുള്ളത് കൂടി ഇന്ത്യൻ നവോത്ഥാനത്തെ വിമർശനപരമായി കാണുന്നവരും എഴുതുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ അത് രാജാറാം മോഹൻ റോയിലാണ് അതിൻ്റെ ആദ്യത്തെ സതി നിർത്തലാക്കിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഒക്കെ വേണ്ടിയുള്ള നാദുറം രാജാറാം മോഹൻ റോയ്, അതുപോലെ ആനി ബെസന്റ്, അതുപോലെ വിവേകാനന്ദൻ, ഇവരൊക്കെ തുടങ്ങി അവർ ഒത്തിരിയധികം സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അത്തരം മൂവ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. നടക്കുകയും അതിൻ്റേതായ മാറ്റങ്ങൾ പല നാടുകളിലേക്കും ബംഗാളിൽ നിന്നൊക്കെ തുടങ്ങിയെങ്കിലും മറ്റു നാടുകളിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ കാലത്ത് മിസ്റ്റിക് കവി ആയിരുന്നിട്ട് കൂടി ടാഗോർ നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ അതൊക്കെ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആയിരുന്നു. വിവേകാനന്ദൻ്റെ സമീപനം അതൊരു വലിയ മാറ്റം തന്നെ, അത്ഭുതം തന്നെയായിരുന്നു. വേദാന്തത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തെ നോക്കിയിട്ട് ഭ്രാന്താലയം ഒന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക എന്നൊക്കെ പറയുന്നത് ആണ്. പക്ഷേ ആ രംഗത്തൊക്കെ വ്യത്യസ്തമായി കാണുന്ന ഇപ്പം മഹാരാഷ്ട്രയിൽ വരുന്ന നമ്മുടെ ഭൂലയുടെ ഇതാണ്, വെളുത്ത ദൈവത്തെ മാറ്റിയിട്ട് കറുത്ത ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് പോലെ തുടങ്ങുന്നു. സരസ്വതിയെക്കാളും നല്ലത് സാവിത്രിയാണ്, തൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാളും നേട്ടമുണ്ട്. ഇങ്ങനെ ഈ കണ്ണ് തുറക്കാത്ത ദൈവത്തെക്കാളും നല്ലത് ഈ കണ്ണ് തുറന്നിരിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങുന്ന പൂലെയുടെയൊക്കെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യൻ നവോത്ഥാനത്തിൽ കാണാം.
ഒരുപക്ഷെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിധത്തിലായിരുന്നു അത്. ഒന്ന് ഫ്യൂഡലിസത്തെ, ജന്മി നാടുവാഴിത്വത്തെ എതിർക്കണം, ജാതിയെ ഊട്ടിയുറപ്പിക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ എതിർക്കുക. മറ്റൊന്ന് ബ്രിട്ടീഷ് അധിനിവേശത്തെ എതിർക്കുക. അങ്ങനെ ഒരു പോരാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരേ സമയം നിരവധി പോരാട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. യൂറോപ്യൻ നവോത്ഥാനത്തിൽ വരുമ്പോൾ അവർ അന്ന് പുരോഗമനം എന്ന് പറയുന്നത് ഫ്യൂഡലിസം അവസാനിച്ചിട്ട് ക്യാപിറ്റലിസം വരുന്നു, മുതലാളിത്തം വരുന്നു. മുതലാളിത്തമാണ് അന്ന് ഏറ്റവും പുരോഗമനപരമായ ആശയമായി ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. ഇവിടെ ഫ്യൂഡലിസത്തെ തകർക്കുക, അതുപോലെ ഫ്യൂഡലിസത്തെ തകർത്തുകൊണ്ട് ജാതിയെ തകർക്കുക, ഈ ജീർണതയെ തകർക്കുക എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നടന്നുപോയി. ഒരുപക്ഷെ ഇതൊക്കെ വരുന്നതിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം കൊണ്ട് തന്നെ ഇവിടെ സാഹിത്യത്തിലും ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ വലിയ കൊടുക്കൽ വാങ്ങലുകൾ, ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്ത് വികസിച്ച് വന്നതെല്ലാം നമുക്ക് ഇങ്ങോട്ട് സ്വായത്തമാക്കി കിട്ടിയതിലൊക്കെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മേഘാളപ്രഭുവിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തൊക്കെ വിമർശനം ഉണ്ടെങ്കിലും, കൊളോണിയൽ ഭാഷ എന്നൊക്കെ വിവക്ഷിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ഭാഷ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ വളർച്ച, അതിലൂടെ നമുക്ക് കിട്ടിയ ഇങ്ങനെ വന്നത് ഒരുപക്ഷെ യൂറോപ്പിൽ തുടങ്ങി. അതിൽ യൂറോപ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, സ്വതന്ത്ര ചിന്ത ഇറ്റലിയിൽ ആരംഭിക്കുന്നു. നിയോ ഹ്യൂമനിസത്തിന് വഴിയായിട്ട് തേടി പോകുമ്പോൾ ഇറ്റലിയിലെ ചെന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് സ്വതന്ത്ര ചിന്ത ആരംഭിക്കുകയാണ്, യുക്തിവാദം തുടങ്ങുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിങ്ങനെ വ്യാപിച്ച് ലോകം മൊത്തവും ഇങ്ങനെ പടർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും അത് പടർന്ന് നമ്മുടെ കേരളത്തിലേക്കും എത്തിച്ചേരുകയാണ്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായ ധാരകളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു നവോത്ഥാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരുതരം സാമൂഹ്യ പരിഷ്കരണം മാത്രമാണ്. നമ്മളെ ഈ പറയുന്നവരൊക്കെ സാമൂഹ്യ പരിഷ്കരണ നേതാക്കന്മാരായിരുന്നു. അവർ പരിഷ്കരണമാണ് നടന്നത്. അല്ലാതെ ഇവിടെ വലിയ ഈ പറയുന്നത് പോലെ യൂറോപ്പിൽ കാണുന്നത് പോലെ നവോത്ഥാനത്തെ പോലെ ഒരു വലിയ പൊളിച്ചൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പോഴിവിടെ ചോദ്യം, അവിടെ ഇപ്പോൾ ഉണ്ടായതുപോലെ കലയിലുണ്ടായി, ശില്പകലയിലുണ്ടായി, ചിത്രകലയിലുണ്ടായി, സാഹിത്യത്തിലുണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, ഇവിടെ എന്തുണ്ടായി എന്ന ഒരു ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായി എന്നതാണ് ഒരു വലിയ സത്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ചിത്രകലയെക്കുറിച്ച്, ശില്പകലയിൽ എത്രമാത്രം ഉണ്ടായി, ചിത്രകലയിലുണ്ടായപ്പോഴും ഞാൻ ഓർക്കുന്നത് രവിവർമ്മ ചിത്രങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ചില ബിംബങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന ഒരു നിരീക്ഷണം ചില ചിത്രകാരന്മാരായ വിമർശകന്മാർ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞ് ഞാൻ കേട്ട ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതങ്ങനെ ഉണ്ടായിരിക്കാം, അങ്ങനെ വന്നിരിക്കാം. ആ കലയിൽ സ്വാഭാവികമായും ആദ്യം ദൃശ്യമാകുന്നത് സമൂഹത്തിലെ ശില്പകലയിലാണ്. ആ ശില്പകലയിൽ നിന്ന് മാറ്റം ചിത്രകലയിലേക്കും, ചിത്രകലയിൽ നിന്ന് സാഹിത്യത്തിലേക്കും പടരും. പക്ഷേ ഇവിടെ കേരള നവോത്ഥാനത്തിൽ നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന്, ഒരു പ്രക്ഷോഭ സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യം. സാഹിത്യ ചരിത്രത്തിൽ നോക്കിയാലൊന്നും അത് കാണാൻ പറ്റത്തില്ല. പ്രക്ഷോഭ സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യം ഈ നവോത്ഥാനത്തിന് മുമ്പ് ഇവിടെ വളർന്നു എന്നുള്ളതാണ്. നമ്മുടെ നവോത്ഥാനത്തിന് പാകപ്പെടുത്തുന്നതിന് വേണ്ടി, അതിൻ്റെ പരിതോവസ്ഥയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പ്രക്ഷോഭ സാഹിത്യം അതിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നത് ഇന്ദുലേഖയെയാണ്. ഇന്ദുലേഖ എന്ന കൃതിയാണ് നിർത്തുന്നത്. അപ്പോൾ അതിലും കുറിച്ചുണ്ട്. ഇന്ദുലേഖ അങ്ങനെ വലിയ വിപ്ലവമായ കൃതിയൊന്നുമല്ല എന്ന് പറയുമ്പോഴും അതിലെ 18-ാം അധ്യായം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അതിലുണ്ടായ വാദപ്രതിവാദങ്ങൾ, അതൊക്കെ ഇപ്പോൾ ചന്തുമേനോനെ വിമർശിക്കുന്നവരുണ്ട്. ചന്തുമേനോൻ മജിസ്ട്രേറ്റായിരുന്നു, വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്ദുലേഖയെ അങ്ങനെ ആ പ്രക്ഷോഭ സാഹിത്യത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് അത്തരം നിരീക്ഷകർ ഇന്ദുലേഖയെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ദുലേഖയെ പോലെ തന്നെ പിന്നിങ്ങോട്ട് വരുമ്പോൾ ആശാൻ്റെ കൃതികൾ, അതുപോലെ ചങ്ങമ്പുഴയുടെ കൃതികൾ, ഇടപ്പള്ളി രാഘവൻ മേനോൻ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുന്ന കൃതികൾ, സാഹിത്യങ്ങൾ ഒക്കെ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് ഒരു പ്രക്ഷോഭ സാഹിത്യത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യം നമ്മളിവിടെയും രൂപപ്പെട്ടിരുന്നു എന്ന് വേണം നമുക്ക് അത് പറയേണ്ടത്. അതിനു മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഇത്തരം ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നവോത്ഥാനം എന്ന ഒരു ചിന്ത കൂടി അവിടെ വരികയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് ചെറിയ ഒരു തിരനോട്ടം ഒന്ന് നോക്കുന്നത് കൂടി നല്ലതാണ്. എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ മാറ്റങ്ങൾക്ക് ഒരു അവസ്ഥയുണ്ടായി, എന്താണ് ഇത്രയും ജീർണമായ ഒരു കേരളമായി മാറിയത്, ഈ നാട് മാറിയത് എന്ന് നോക്കുമ്പോൾ പിറകിലോട്ട് ഒരു ചെറിയൊരു തിരനോട്ടം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളം ആകുന്നതിന് മുമ്പ് AD 1-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണല്ലോ നമ്മൾ ഒരു ചരിത്രത്തിൻ്റേതായ കുറേ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന. AD 1-ാം നൂറ്റാണ്ട് മുതൽ നോക്കുമ്പോൾ
കേരളം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിലും ഇന്ന് നാം കാണപ്പെടുന്നതായ കേരളത്തിൻ്റേതായ ഒരു ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന തമിഴ് ഭാഷ സംസാരിച്ചിരുന്ന ഒരു പ്രദേശത്തെ ആ ഒരു കാലഘട്ടം AD 1 മുതൽ AD 5 വരെ സംഘകാലഘട്ടം എന്ന് ഏറെ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും എനിക്ക് വായിക്കുമ്പോഴെല്ലാം വളരെ സന്തോഷം തോന്നുന്ന ഒരു കാലഘട്ടം. അന്ന് ജീവിച്ചിരുന്നപ്പോൾ ആരെങ്കിലും പ്രണയിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട് അന്നത്തെ അവരുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ. ആ സംഘകാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഈ നമ്മൾ കാണുന്ന കേരളത്തിലുള്ളത് അന്ന് ഒരു മതത്തിനും അമിതാധികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ സംഘകാലഘട്ടത്തിൻ്റെ ഏറ്റവും സവിശേഷത. ഒരു മതത്തിന്, ക്രിസ്തു മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയൊക്കെ ചില മുകുളങ്ങൾ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നുവെങ്കിലും ആ മതങ്ങളൊന്നുമല്ല ആ കാലഘട്ടത്തിലെ മനുഷ്യനെ ഏകദേശം 5-ാം നൂറ്റാണ്ട് വരെ നയിച്ചിരുന്നത്. തൊഴിലുണ്ടായിരുന്നു, അവർ തൊഴിലിനനുസരിച്ച് ഓരോ വർഗ്ഗങ്ങളായി അങ്ങനെ ജീവിച്ചു പോന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ജാതി വന്നിട്ടില്ല. ജാതി ആര്യാധിനിവേശം അവിടെ വരുന്നില്ല. 3-ാം നൂറ്റാണ്ടോടുകൂടി ചെറിയ രീതിയിൽ ആര്യാധിനിവേശം വരുന്നു എന്നുള്ളത് ശരിയാണ്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തുന്ന അന്നത്തെ സാഹിത്യ കൃതികളെ വെച്ചുകൊണ്ടാണ് അകന്നാന്നൂറ്, പുറന്താന്നൂറ്, പതിറ്റിപ്പത്ത്, മണിമേഖല, ചിലപ്പതികാരം ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് അവിടെ കാണുന്നത്. ഇന്ന് പോലും കേരളം കൊതിക്കുന്ന വിധത്തിൽ സ്ത്രീകൾക്ക് തുല്യ പദവിയും തുല്യ പരിഗണനയും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നതിലൂടെ നോക്കി പറയുന്നു. ഔയാർ എന്ന് പറയുന്ന ഒരു കവയത്രി പോലും അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളത്. വിവാഹം ഏറെ സവിശേഷമായിരുന്നു. സ്ത്രീക്ക് അല്ല സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുകയല്ല, സ്ത്രീയെ വേണമെങ്കിൽ വിവാഹം കഴിക്കണമെങ്കിൽ പുരുഷൻ അങ്ങോട്ട് ചെന്നിട്ട് സമ്പത്ത് കൊടുത്തിട്ട് സ്ത്രീ വിവാഹം കഴിക്കുന്ന ആചാരം. പ്രണയ വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. പ്രണയത്തിൽ നിരാശപ്പെടുന്നവൻ മാനസമേനേ വരൂ എന്ന് പാടുന്നത് പോലെ അന്നൊരു മടലും കുത്തി ഇരുന്നു കൊണ്ട് വ്രതമനുഷ്ഠിക്കുന്ന പുരുഷനെ ആ കൃതികളിലൊക്കെ കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു AD 5-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഇന്ന് നമ്മൾ നവോത്ഥാനത്തിന് നമ്മൾ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആര്യാധിനിവേശം അത് രൂപപ്പെട്ട് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ വരുന്ന ഈ ബ്രാഹ്മണാധിനിവേശമാണ്. ഈ ആര്യാധിനിവേശം വരിക എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ ആധിപത്യം തന്നെയാണ്. ഏകദേശം AD 3 മുതൽ വരുന്നുവെങ്കിൽ 7-8 നൂറ്റാണ്ടുകളോടുകൂടി ഈ ബ്രാഹ്മണ ആധിപത്യം കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ എന്ന് പറയുന്നത് ചേരരാജാക്കന്മാരായിരുന്നു. ചേരന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രജാക്ഷേമ തൽപരന്മാരായിരുന്ന ഭരണാധികാരികൾ എന്ന് ഉള്ള പരാമർശങ്ങളാണ് അവിടെ കാണുന്നത്. നല്ല ഭരണമായിരുന്നു എന്നാണ് ആ തമിഴ് രാജാക്കന്മാർ നടത്തിയിരുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അതോടുകൂടി 7-8 നൂറ്റാണ്ടോടുകൂടി ജാതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ബ്രാഹ്മണൻ അപ്രമാദിത്വം നേടുന്നു. രാജാവിനെയും കച്ചവടക്കാരനെയും ബ്രാഹ്മണൻ അംഗീകരിച്ചു. ഈ രണ്ട് വിഭാഗത്തെ രാജാവ് എൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണനെ സംരക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്ന നിയമങ്ങളെല്ലാം അവർ നടപ്പിലാക്കി കൊണ്ടുവന്നു. അന്നത്തെ അധ്വാനവർഗം, അതാണ് കേരളം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം. പാണർ, കുറവർ, വേടർ തുടങ്ങിയ വിഭാഗങ്ങളായിരുന്നു അന്നത്തെ പ്രധാന ഉൽപാദന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിൻ്റെ മുന്നിൽ നിന്ന മനുഷ്യരായിട്ട് അങ്ങനെ ഒരു വിഭാഗത്തെ അവർ കാണുന്നു. പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നത് അവരുടെ ആത്മാഭിമാനവും അവരുടെ അക്ഷരജ്ഞാനവും ബ്രാഹ്മണാധിപത്യം കെടുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ AD 8-ാം നൂറ്റാണ്ടൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ബ്രാഹ്മണാധിപത്യം അതിൻ്റെ സർവാധിപത്യത്തിലേക്ക് വരികയാണ്. അന്നിവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളെയെല്ലാം അവർ തച്ചുടയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ 9-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ വരുന്നതോടുകൂടി തൻ്റെ അദ്വൈത സിദ്ധാന്തം അദ്ദേഹം സനാതന മതത്തെ നവീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, അതിനെ തുടർന്നുണ്ടാകുന്ന വാദങ്ങൾ നടത്തിക്കൊണ്ട് വാദത്തിലൂടെ ബുദ്ധ ഭിക്ഷുക്കളെ വാദത്തിൽ തോൽപ്പിക്കുക. കോഴിക്കോട് തളിയൊക്കെ അതിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. വാദത്തിൽ തോൽപ്പിച്ച് കഴിഞ്ഞ് അവരെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിക്കുക, അതുമാത്രമല്ല അവരെ കൊല്ലുക, കൊന്ന് കെട്ടിത്തൂക്കുക. അങ്ങനെ കൊന്ന് തൂക്കുന്നവരെ താണ സമുദായക്കാരെ കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ട് പോവുക. കുതിരയെടുപ്പ് എന്ന് പറയുന്ന ആചാരങ്ങളുണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂർ കേൾക്കുന്ന ഭരണിപ്പാട്ട് എന്ന് പറയുന്നത് ഈ ബുദ്ധഭിക്ഷുക്കളെ അട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ്. പക്ഷേ ഇതിനോടൊക്കെ വിയോജിപ്പുണ്ട്, ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന് വാദിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അത് കഴിയുമ്പോഴാണ് ഏറ്റവും ഭീകരമായിട്ട് വരുന്ന ഈ നമ്പൂതിരി ഭരണത്തിലേക്ക് വരുന്നു. നമ്പൂതിരി ഭരണത്തിലേക്ക് വരുമ്പോഴാണ് ജന്മിത്വം അതിൻ്റെ അപ്രമാദിത്വത്തിലൂടെ കേരളത്തിൽ നടമാടുന്നത്. ഏകദേശം 12-ാം നൂറ്റാണ്ട് വരുന്നത് ചിലർക്ക് വിഷമുണ്ട് കേട്ടോ. ഈ മിച്ചമൂലി ഈ അധികാരം കേന്ദ്രം നമ്പൂതിരിമാരാകുകയും നമ്പൂതിരിമാർ ഭരണത്തെ സാധ്യമാക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ സവിശേഷത അന്ന് ഭൂ ഉടമകളായിരുന്നവർ ബ്രാഹ്മണരല്ലായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അന്നത്തെ ഭൂ ഉടമകൾ എന്ന് പറയുന്നത് പുലയരും ഇടയരും
വില്ലരുമായിരുന്നു. ഇവർ അധസ്ഥിത സമൂഹത്തിന്, ഇന്ന് നമ്മൾ കീഴാള സമൂഹം എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ കയ്യിലായിരുന്നു ഭൂ ഉടമകൾ. പക്ഷേ അവിടെ ഉണ്ടായത് ഈ മിച്ച മൂല്യങ്ങൾ മുഴുവൻ ക്ഷേത്രത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ക്ഷേത്രത്തിലേക്ക് അത് നൽകപ്പെടുകയും ക്ഷേത്രത്തിൻ്റെ അധികാരികളായിരുന്ന ഊരാളന്മാർ, ബ്രാഹ്മണന്മാർ അത് കൈവശമാക്കുകയും ചെയ്തു. ആ കൈവശമാക്കുന്നത് നൂറ്റാണ്ട് യുദ്ധത്തോടുകൂടി, ചേരപാണ്ഡ്യ യുദ്ധത്തോടു കൂടിയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതോടുകൂടി ഊരാളന്മാർ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മസ്വത്തെ, ദേവസ്വത്തെ ബ്രഹ്മസ്വമായി മാറ്റുകയും ഈ സമ്പത്ത് മുഴുവൻ ഈ ബ്രാഹ്മണന്മാരുടെയും ഊരാളന്മാരുടെയും ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലേക്ക് അത് മാറ്റപ്പെടുകയും ഒരു സാംസ്കാരികമായ ഈ ദുരന്തത്തിലേക്ക് 12ാം നൂറ്റാണ്ട് ആകുമ്പോഴേക്കും കേരളം അധപ്പതിച്ച് മാറുകയാണ്. ആ ജീർണത നീണ്ടു നിൽക്കുന്നത് ഏകദേശം 19ാം നൂറ്റാണ്ട് വരെ അത് തുടരുകയാണ്. ആ ജന്മിത്വത്തിൻ്റെ, ബ്രാഹ്മണാധിപത്യത്തിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് ആ 12ാം നൂറ്റാണ്ടിൽ. ഒപ്പം അതോടൊപ്പം വളരുമ്പോൾ അവിടുത്തെ സാംസ്കാരികത നോക്കുമ്പോഴാണ് മണിപ്രവാളം ഉണ്ടാകുന്നത്. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്ന് കേൾക്കാൻ നല്ലതാണെങ്കിലും മണിപ്രവാള കാവ്യങ്ങൾ മുഴുവനും അത് വേശ്യകളെക്കുറിച്ചുള്ള കാവ്യങ്ങളാണ് ഉണ്ടാകുന്നത്. വേശ്യാവൃത്തി, അമ്മ വേശ്യ തൻ്റെ മകളെ എങ്ങനെ നല്ല വേശ്യയാകാം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിലുള്ള, എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ, അന്നത്തെ സംസ്കാരം എത്ര ദൂഷിച്ചതും എത്ര ജീർണവുമായിരുന്നു എന്നുള്ളത് നോക്കണം. അവിടെ ഒരൊറ്റ രസമേ ഉള്ളൂ, മൂരി ശൃംഗാരം മാത്രം. അങ്ങനെ ശൃംഗാരരഥത്തിൽ ഉണ്ണിനീലയും ഉണ്ണിച്ചിരദേവിയും തുടങ്ങിയ കാവ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ 11ാം നൂറ്റാണ്ടിൽ രാമചരിതം ഉണ്ടായിരുന്നു, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാനനങ്ങളിലരൻ കളറുമായി കരണിയായി കാർന്നടും കണ്ണുമ തന്നെ വിളയാടി നടൻ തൻ്റെ ആനനം തമിഴ് കാവ്യമാണ്. അതുണ്ടായിരുന്നു. അത് ഭക്തപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ജീർണത തുടർന്ന് വരുമ്പോഴാണ് 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മാറ്റം ഉണ്ടാകുന്നു. കബീർദാസ്, ദ്വാദാസനെ തുടങ്ങിയവർ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് തിരിയുന്നു. ഇന്ത്യ മുഴുവൻ ഈ ബ്രാഹ്മണാധിപത്യം കൊണ്ട് ജീർണമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ മാറ്റിയെടുക്കുന്നതിന് ഒരു വഴി അവർ കണ്ടുള്ളൂ, ഭക്തപ്രസ്ഥാനം. അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു സംഘാടകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ കൊണ്ട് കൃഷ്ണഗാഥ ഭക്തിയല്ലേ എന്ന് ചോദിക്കുമ്പോഴും കൃഷ്ണഗാഥയിൽ ഭക്തി മാത്രമല്ല അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ശൃംഗാരവുമുണ്ട് എന്നും രാമചരിതത്തിൽ വീരരസത്തിന് ആണ് അതിപ്രാധാന്യമെന്നും പറയുമ്പോഴാണ് എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ ഭക്തപ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. എഴുത്തച്ഛൻ നേരിട്ട ബുദ്ധിമുട്ടി ചെറുതൊന്നും ആയിരുന്നില്ല. നേരിട്ട് എഴുതാൻ എഴുത്തച്ഛൻ്റെ സമുദായത്തിന് അവകാശമില്ലാത്തതുകൊണ്ട് ശാരിക പയ്യതലെ വാരുശീരേക വരി കാരോമലേ കഥാശേഷവും ചൊൽഗനി എന്ന് പറഞ്ഞുകൊണ്ട് തത്തയെ കിളിയെ കൊണ്ട് തൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കേണ്ടി വരുന്ന എഴുത്തച്ഛൻ്റെ കാലഘട്ടം വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്പ്യാരിലേക്ക് എഴുത്തച്ഛൻ ആ കാലഘട്ടം ഉണ്ടാകുമ്പോൾ മറ്റൊന്ന് പോർച്ചുഗീസുകാരുടെ ആധിപത്യം കൂടിയുണ്ട്. പോർച്ചുഗീസുകാർ വന്ന് ഇവിടെ ഉണ്ടാക്കിയത് വന്ന് കച്ചവടത്തിന് വന്നിട്ട് ആധിപത്യം നേടുന്നു. അതുമാത്രമല്ല സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ മാനഹത്യ ചെയ്യപ്പെടുകയും സങ്കരവർഗത്തെ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹം ദുഷിച്ചു മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭക്തപ്രസ്ഥാനം കൊണ്ടുവരുന്നത്. ഭക്തപ്രസ്ഥാനം പിന്നെ അതെന്തായി മാറിയെന്ന് കേരളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് മറ്റൊരു അപകടത്തിലേക്ക് പോയി. കുഞ്ചൻ നമ്പ്യാരിലേക്ക് വരുമ്പോഴാണ് ഇത്തുകൂടി കാണുന്നത്. കുഞ്ചൻ നമ്പ്യാർ അതിശക്തമായി ഈ സാമൂഹ്യ വിമർശനമാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോ തമ്മിൽ ഉണ്ണാത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന ബ്രാഹ്മണൻ്റെ മുഖത്ത് നോക്കി പച്ചയായി പറയാൻ കഴിയുന്ന ചങ്കൂറ്റം കാണിച്ച 17ാം നൂറ്റാണ്ടിലെ കുഞ്ചൻ നമ്പ്യാരും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 19ാം നൂറ്റാണ്ട് വരെ ആ ജന്മിത്വം അങ്ങനെ നിലനിൽക്കുന്നു, ആ മാടമ്പിത്വം നിലനിൽക്കുന്നു, അടിമ ഉടമ വ്യവസ്ഥിതി അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സത്യത്തിൽ കേരളം ഒരു മാറ്റത്തിലേക്ക്, നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു പൊളിച്ചിലെഴുത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതായി കാണാം. ആ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം, അതിനെ നിലമൊരുക്കിയത് സത്യത്തിൽ പ്രക്ഷോഭ സാഹിത്യത്തിലൂടെ ആ ആശയധാരകൾ നമ്മുടെ കേരളത്തിൽ ഒരു ആശയ പരിസരം തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാം. ഒരു സാമൂഹ്യപരമായ വിപ്ലവം തന്നെയായിരുന്നു അതെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഒരു വലിയ പൊളിച്ചെഴുത്ത് തന്നെയായിരുന്നു. കേരള നവോത്ഥാനത്തെ പൊതുവെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായി അതിലേക്ക് പരിശോധിച്ചാൽ ഒരു നവോത്ഥാനത്തിന് ഇഴപിരിക്കാൻ കഴിയാത്ത രണ്ട് ധാരകൾ കേരള നവോത്ഥാനത്തിലുള്ളതായി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് സവർണ നവോത്ഥാനവും രണ്ട് കീഴാള നവോത്ഥാനമാണ്. ഇങ്ങനത്തെ വിവക്ഷ ചിലപ്പോൾ എല്ലാവരും അംഗീകരിച്ചു തന്നു എന്ന് ഇരിക്കില്ല. പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരവസ്ഥ ഒരു കീഴാള നവോത്ഥാനത്തിൽ പോകുന്ന വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി, സഹോദരനയ്യപ്പൻ, വേലുപിഴക്കുട്ടി അരയൻ എന്നീ തുടങ്ങിയ ഒരു കീഴാള നവോത്ഥാനം അത് വളരെ മുമ്പേ തന്നെ ആരംഭിച്ചു. ആ സാമൂഹ്യപരമായ ചെറുത്തുനിൽപ്പുകൾ, പ്രക്ഷോഭങ്ങൾ, എതിർപ്പുകൾ, സമരങ്ങൾ അതിങ്ങനെ ആശയപരമായും പ്രായോഗിക തലത്തിലും കൂടി ഇങ്ങനെ ആർജിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു നവോത്ഥാനം സവർണ സമുദായത്തിൽ, ബ്രാഹ്മണ സമൂഹത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു. അത് യോഗക്ഷേമ സഭയാണ്.
യോഗക്ഷേമ സഭയ്ക്ക് പക്ഷേ ഈ കീഴാള നവോത്ഥാനത്തിനുണ്ടായതുപോലെയുള്ള ഒരു വലിയ കർമ്മ പരിപാടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹം ഇങ്ങനെ തലകീഴായി മറിയുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി എങ്ങനെ നമ്മുടെ സഭയെ, എങ്ങനെ നമ്മുടെ അധികാര അവകാശങ്ങളെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ചു നിർത്താം എന്ന് ആലോചിക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രധാന അജണ്ട. അതായിരുന്നു അവിടെ നിന്ന്. പക്ഷേ അവിടെ ഒരു വലിയ മാറ്റമുണ്ടായത് അതിലൊരു യുവജന പ്രസ്ഥാനം മുന്നോട്ട് വന്നു. ആ യുവജന രംഗത്തു നിന്ന് വന്നവരിൽ ഏറ്റവും പ്രധാനികളായെന്ന് പറയുന്നത് VT, അതുപോലെ പ്രേംജി, MRB, EMS, ICP, പാർവതി നെമ്മനിയാർ, ആര്യപ്പള്ളം തുടങ്ങിയ ഒരു പുതിയ തലമുറ, വിപ്ലവകാരികൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഈ യോഗക്ഷേമ സഭയ്ക്കകത്തൊരു വിപ്ലവകാരികൾ ഉയർന്നു വന്നു. സത്യത്തിൽ അവരാണ് ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ ബ്രാഹ്മണ സമൂഹത്തിനകത്ത് നിന്ന് അതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകളും മറ്റ് ജനവിഭാഗത്തെയും അവിടുത്തെ അനാചാരങ്ങളെയൊക്കെ കുറേയൊക്കെ തുടച്ച് മാറ്റുന്നതിന് വേണ്ടി മുൻകൈയെടുത്തത്. അവർ അഭൂതപൂർവമായ സാഹിത്യരചനകൾ നടത്തിവിട്ടു എന്നുള്ളതാണ്. മറക്കുടയിലെ നരകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഋതുമതി, സാവഗ്നി, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സാഹിത്യരചനകൾ, അതെല്ലാം വിപ്ലവകരമായ സാഹിത്യരചനകളായിരുന്നു. പവിത്രൻ നമ്പൂതിരിയുടെ അപ്പൻ്റെ മകൻ എന്ന് പറയുന്ന നോവലാണ് തോന്നുന്നു ഈ ആഢ്യത്വം എന്നാൽ അധപ്പതനമാണ് എന്ന ഒരു വിശേഷണം അദ്ദേഹം നടത്തുന്നു. ആ വിശേഷണം ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പൊള്ളുന്ന ഒരു വിശേഷണമാണ്. അങ്ങനെ അവരുടെ രചനകൾ കേവലം ആസ്വാദന പക്ഷത്തിൻ്റെ അപ്പുറം കടന്നുകൊണ്ട് കനലുകൾ വാരി വിതറുക ഒരു സമൂഹത്തിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കത് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റം ഉണ്ടാകുന്നു. EMSൻ്റെ പ്രസിദ്ധമായ ഓങ്ങല്ലൂർ പ്രസംഗം, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞുള്ള പ്രസംഗം, അതിനെ തുടർന്നാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൻ്റെ ഭാഗമായി തിരിച്ചു വരുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പുതിയ ജനത, പുതിയ ഒരു തലമുറ യോഗക്ഷേമ സഭയ്ക്ക് ഉണ്ടാകുകയും അവർ കേരള നവോത്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നതായി കാണാം. ഈ കീഴാള നവോത്ഥാനത്തിൽ എടുത്ത് പറയാൻ കഴിയുന്ന ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രതിഷ്ഠാപകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠ തന്നെയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ അത് കേവലം ഒരു ശിവപ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് പോകുക എന്നുള്ളതല്ല. ഒരുപക്ഷെ അതുവരെ ചെളിയിലാണ്ട് കിടന്ന ഒരു സമൂഹത്തെ, ഒരാണ്ട് കിടന്ന ഒരു ജനവിഭാഗത്തെ, ഒരു കീഴാള വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ ഗുരു പ്രതിഷ്ഠിക്കുകയായിരുന്നു. പ്രതീകാത്മകമായി മറ്റത് ചെയ്തുവെങ്കിലും പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതുവരെ ദന്തഗോപുരത്തിൽ ഇരുന്നു കൊണ്ടിരുന്ന ഒരു സവർണാധികാരത്തെ കുറച്ച് താഴേക്ക് ചേറിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കതിൽ കാണാം. അപ്പോൾ ഈ പരിഷ്കരണം, നവീകരണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റൊരു ചോദ്യം, ഗുരു ഇത് ചെയ്യുമ്പോൾ ഈ പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ഗുരു തൻ്റെ സമൂഹത്തോട് മറ്റൊരു ആഹ്വാനം കൂടി കൊടുത്തിരുന്നു. നിങ്ങൾ അതുവരെ ആരാധിച്ചു കൊണ്ടിരുന്ന മൂർത്തികളെ ഉടച്ചു കളയാനാണ് പറഞ്ഞത്. മാടനെയും മറുതയെയും മൊത്തം ഉടച്ചു കളഞ്ഞു. ആ മാടനെയും മറുതയെയും നവീകരിക്കാനല്ലല്ലോ ഗുരു ചെയ്തത്, പരിഷ്കരിക്കാനല്ലല്ലോ ഗുരു ചെയ്തത്, ഉടച്ചു കളയേണ്ടതിനെ ഉടച്ചു കളയണം എന്ന് സമൂഹത്തിനെ ആഹ്വാനം ചെയ്യുകയായിരുന്നു ഈ ശ്രീനാരായണ ഗുരു ഈ ശിവപ്രതിഷ്ഠയിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അത് ഉയർത്തിയ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ആശയതലത്തിലുണ്ടാക്കിയ മാറ്റം, അതിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രക്ഷോഭ സമരം, ആ സമരം തുടങ്ങുകയാണ് ആ അരുവിപ്പുറത്ത് എന്ന് നമുക്ക് അതിനെ കാണാൻ കഴിയും. ഗുരു ഉയർത്തിപ്പിടിച്ച ഏകജാതി, മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ജാതി, ഏകജാതി, മനുഷ്യജാതി എന്ന് പറയുന്ന അത് എത്ര വിശ്വവിശാലമായ ഒരു ആശയത്തെ ഗുരു അവതരിപ്പിച്ചു. മനുഷ്യജാതി എന്ന് പറയുന്ന ഈ നിങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്ന ഈ വേലുകെട്ടുകളെല്ലാം പൊളിച്ചു കളയുക എന്നാണ് ഗുരു പറഞ്ഞത്. പൊളിച്ചു കളയുക. ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം, ഇതിൻ്റെ പേരിൽ ഇങ്ങനെയെല്ലാമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മാറിപ്പോകുന്നിരിക്കുന്നത്. മൃഗങ്ങളിൽ പോലും ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ജാതി, മനുഷ്യജാതി എന്ന് പറയുമ്പോൾ ഒരു മാനവികത ആശയം ഒരുപക്ഷെ ഗുരു നമ്മുടെ കേരള സമൂഹത്തിലേക്ക് അത് പ്രതിഷ്ഠിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗുരുവിനെ പലരും പല തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലർ ഗുരു ദൈവമാണ്, ചിലർക്ക് ഗുരു വേദാന്തിയാണ്, അദ്വൈതിയാണ്, സന്യാസിയാണ്. ഇതൊക്കെയാണ്
പുരോഗമനവാദികളെ സംബന്ധിച്ചിടത്തോളം ഗുരു വിപ്ലവകാരിയാണ്, യുക്തിവാദികൾക്ക് ഗുരു യുക്തിവാദിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗുരു ചെയ്തത് ഈ ആധ്യാത്മികയെ അങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ല അദ്ദേഹം ചെയ്ത്. ഈ ആധ്യാത്മികതയും ഭൗതികവാദത്തെയും ഗുരു എവിടെയൊക്കെയോ വേണ്ട വിധത്തിൽ അത് സമന്വയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ആർഷഭാരതം ഇതുവരെ കണ്ട സന്യാസിമാരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായ സന്യാസിയായിരുന്നു. മറ്റ് സന്യാസിമാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. സനാതന മതത്തിൻ്റെ ഏറ്റവും അടിത്തൂണുകളായിട്ടുള്ള വേദാധികാരത്തെ നിഷേധിച്ചുകൊണ്ട് ഗുരു മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സന്യാസിയെ ഇതുവരെ കേരളമല്ല ഭാരതം കണ്ടിട്ടില്ലായിരുന്നു. അതാണ് ഗുരുവിനെ സവിശേഷമാക്കുന്നത്. ഏത് അദ്വൈതി ആയിക്കോട്ടെ, പക്ഷേ ഗുരു മുന്നോട്ട് വെച്ചത്, മുന്നോട്ട് പോയ വഴിത്താരകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സന്യാസിയെ കാണാൻ കഴിയില്ല. ഗുരു അതോടെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ടല്ലോ, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതിയെന്ന്. മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി. എല്ലാവരും പറഞ്ഞുകൊണ്ട് എടുക്കും, SNDP-കാരും പറഞ്ഞുകൊണ്ട് എടുക്കും, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി. മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം ഇത്രയേ ഉള്ളൂ, മനുഷ്യന് നന്നാവാൻ മതത്തിൻ്റെ ആവശ്യമില്ല എന്ന്. മതം ഏതായാലും, ഇത് പറഞ്ഞത് ഒരു സന്യാസിയാണ്, ഇന്ത്യയിലെ ഒരു സന്യാസി, അദ്വൈതിയായ ഒരു സന്യാസി പറയാണ് മതം ഏതായാലും എന്ന് പറഞ്ഞാൽ തീർന്നില്ലയോ, സനാതന മതവും തകർന്നു വീണില്ലയോ ആ വാക്കിന് മുമ്പിൽ. അപ്പോൾ മനുഷ്യന് നന്നാവാൻ മനുഷ്യന് നന്നാവും മതം മാത്രമല്ല ഭരണകൂടവും വേണ്ട എന്നാണ് അനാർക്കിസം പറയുന്നത്. മനുഷ്യന് ജീവിക്കാൻ ഇതൊന്നും വേണ്ട, പോലീസും വേണ്ട, പട്ടാളവും വേണ്ട, ഒന്നും വേണ്ട, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുടെ ഒന്നിൻ്റെയും വേണ്ട. പരസ്പര ധാരണ മതി. അയൽവക്കക്കാരനും ഞാനും തമ്മിൽ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാട്ടിൽ സുഖമായി ജീവിച്ചു പോകാം എന്ന് പറയുന്ന ചിന്തകൾ ലോകത്ത് എമ്പാടും ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് മതത്തെ പൊളിച്ചു കളയുവാൻ ഗുരു ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹിന്ദു സന്യാസിയായിട്ട് ഹിന്ദുമതത്തെക്കുറിച്ച് ഗുരു ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മത ഭിന്നതയെക്കുറിച്ച് പറയുന്നത് ഈ മതങ്ങളെ ഈ കുരുടന്മാർ ആനയെ കണ്ടതുപോലെയാണ് മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയാൻ ഉള്ള ചങ്കൂറ്റവും ഈ സന്യാസി പ്രകടിപ്പിച്ചു എന്നത് നമുക്ക് വലിയ വിശ്വാസം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു ഏകലോക കാഴ്ചപ്പാട് ഗുരുവിൽ എവിടെയോ അന്തർലീനമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അത് കാണേണ്ടി വരും. മറ്റൊന്നാണ് ഗുരു നടത്തിയ ഏറ്റവും വിപ്ലവപ്രകാരമായി. ഇപ്പോൾ വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയെങ്കിലും ആ കണ്ണാടി പ്രതിഷ്ഠ ഒരു ജനകീയ പ്രസ്ഥാനമായി വളർന്നില്ല. പക്ഷേ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് എത്തുമ്പോൾ ആ കണ്ണാടി പ്രതിഷ്ഠ കേവലം ഒരു കണ്ണാടി എടുത്ത് വെക്കലല്ലോ, അതിലൂടെ നൽകുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമുണ്ടല്ലോ. നിൻ്റെ ധ്യാനലക്ഷ്യം നീ തന്നെയാണ്. അതല്ലേ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത്. നിൻ്റെ ധ്യാനലക്ഷ്യം നീ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ നീ നിന്നെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ നീ ഈ പ്രപഞ്ചത്തിൽ പിന്നെ വേറെ ഒന്നിനെ ആരാധിക്കേണ്ട എന്നല്ലേ അതിൻ്റെ മലയാളാർത്ഥം. നിൻ്റെ ധ്യാനലക്ഷ്യം നീ തന്നെയാണ്. അതാണ് ടാഗോർ പറയുമ്പോൾ എവിടെ അമ്പലത്തിലും പോണ്ട, പള്ളിയിലും പോണ്ട, എങ്ങും പോണ്ട, നിന്നിലാണത് ഇരിക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ നിനക്കപ്പുറമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തിയുമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലല്ലേ ആ കണ്ണാടി പ്രതിഷ്ഠ നൽകുന്ന വ്യാഖ്യാനങ്ങൾ എന്ന് നമുക്ക് ചിന്തിച്ചു പോകാതിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് ഗുരു ഈ പ്രതിഷ്ഠകളൊക്കെ ഒരുപാട് വിമർശനങ്ങളായപ്പോഴും അവസാനം ഗുരു അക്ഷരപ്രതിഷ്ഠയിലൊക്കെയാണ് കടക്കുന്നത്. സത്യം, ധർമ്മം, ദയ മുതലായ അക്ഷരങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തുക. എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം കഴക്കൂട്ടത്ത് മറ്റോ ആണെന്ന് തോന്നുന്നു, എവിടെയാണെന്ന് എനിക്കറിയില്ല. അക്ഷരപ്രതിഷ്ഠ ഏറ്റവും അവസാനം നടത്തുന്നത് അത് ഈ സംഘാടകരെ അതിശയിച്ച് നിൽക്കുക, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കരുതിയിട്ടില്ല, ഇനിയിപ്പോൾ എന്താ എടുത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ഗുരു അപ്പോഴും വന്നിട്ട് ചെയ്യുകയാണ് അക്ഷരപ്രതിഷ്ഠ. അക്ഷരപ്രതിഷ്ഠയിലേക്ക് പോകുമ്പോൾ എന്താ, മറ്റതെല്ലാം തകർന്നു പോയില്ലേ, എല്ലാം തകർന്നു പോവുകയും ഗുരു പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ വളരെ രസകരമാണ് ഗുരുവിൻ്റെ ചില ഉത്തരങ്ങളൊക്കെ, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉത്തരം. ഈ രുദ്രാക്ഷം ധരിക്കണോ സ്വാമി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് വെള്ളത്തിൽ അരച്ച് കലക്കി കുടിച്ചാൽ ഗുണം ഉണ്ടാകാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല, പിന്നെ ഈ ധരിച്ചാൽ അതൊട്ടും ഗുണമില്ല എന്ന് തന്നെ എത്ര ഹാസ്യരൂപേണ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗുരു. അതുപോലെ ഗുരുവിനോട് ചോദിച്ചാൽ ഈ മരിച്ചു കഴിഞ്ഞ ശവം എന്ത് ചെയ്യണം ഗുരുവേ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് ചക്കിലിട്ടാട്ടിയാൽ വളമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇതിൽ കൂടുതൽ ഒരു ആക്ഷേപഹാസ്യത്തോടുകൂടി മനുഷ്യനെയും ജീവിതത്തെയും ജീവിത സാരത്തെയും പറഞ്ഞു കൊടുക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഈ അദ്വൈതിയാണ് ഗുരു, ആദ്യാവസാനം അദ്വൈതി തന്നെയാണ്, അതൊന്നും നമ്മൾ പറഞ്ഞാൽ. പക്ഷേ ഈ അദ്വൈതി എന്താ ശങ്കരനെ വിമർശിച്ചത്? അവിടെയാണ് വിഷയം. ശങ്കരഭാഷ്യത്തെ വിമർശിക്കുന്നു. അപശൂദ്ര അപഗ്രഹ എന്ന് പറയുന്നത് ശൂദ്രന്, ശങ്കര അദ്വൈതത്തിൽ കിടന്നത് ശൂദ്രന് സ്ത്രീകൾക്കും അക്ഷരജ്ഞാനം പാടില്ല എന്ന് പറയുന്നതിനെയോട് ഗുരു പറഞ്ഞത് ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റി. അദ്വൈതിയാണ് പറയുന്നത് ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റിയെന്ന് ഇത്ര പരസ്യമായിട്ട്. ശൂദ്രന് അക്ഷരാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ശൂദ്രനെ അകറ്റി നിർത്തുന്നിടത്ത് ഏത് ഇനി മഹാ ആചാര്യൻ പറഞ്ഞാലും മണ്ടത്തരമാണ് എന്ന് ആദ്യം മലയാളിയെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നമ്മുടെ ആരാധനയൊക്കെ ആകാം, ഏത് പ്രത്യയശാസ്ത്രവും വിശ്വസിക്കാം, പക്ഷെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റാണ് എന്ന് പരസ്യമായി പറയാനുള്ള ആ ആർജവം
മറ്റൊന്നാണ് അദ്വൈതാശ്രമത്തിലെ ഗുരുവിൻ്റെ കാഴ്ചകൾ. ആ കുരുപുഴ കൃഷ്ണപിള്ള സ്മരണമഞ്ജരിയിൽ കാണുന്നുണ്ട്. ഈ അദ്വൈതാശ്രമത്തിൽ ഗുരു ചെല്ലുമ്പോൾ ആദ്യത്തെ സ്കൂളാണ് അവിടെ. അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ താണ സമുദായത്തിൽപ്പെട്ടവന് പഠിക്കാൻ മറ്റൊരു വിടമില്ലാത്തത് കൊണ്ട് അദ്വൈതാശ്രമത്തിൽ തന്നെ അവിടുത്തെ കുട്ടികൾക്ക് എല്ലാ ജാതി നാനാ വിഭാഗത്തിൽ വരുന്ന എല്ലാ മതക്കാർക്കും, അത് കുറവനും പറവനും പാണനും എല്ലാവരും, നസ്രാണിയും അതുപോലെ ഇസ്ലാമും, എല്ലാവർക്കും എല്ലാ കുട്ടികളെയും ഇങ്ങനെ വന്നിരുന്ന് പഠിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ വിദ്യാലയം ആ അദ്വൈതാശ്രമത്തിലെ വിദ്യാലയം. ആ വിദ്യാലയത്തിൽ ഗുരു വരുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് നല്ല വിഭവത്തോടു കൂടി എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടും. ആ ഭക്ഷണം പന്തി ഭോജനമായിരുന്നു. അത് കുട്ടികളായിരുന്നു തന്നെ അവിടെ നടത്തിയുള്ളൂ. സഹോദരനെ ഇപ്പം ഇപ്പുറത്ത് മുതിർന്നവർക്ക് വേണ്ടി നടത്തി പിൽക്കാലത്തിൽ അവിടെ നടത്തിയിരുന്ന ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയോട് ഗുരു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറ്റിപ്പുഴ കുട്ടിയാണെന്ന്, ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകന 10-12-14 വയസ്സേ ഉള്ളൂ. ചോദിക്കും പോയോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുറ്റിപ്പുഴയ്ക്ക് എന്താ പോയോ എന്ന് മനസ്സിലായില്ല. ബ്രാഹ്മണൻ്റെ മകനാണേ, ബ്രാഹ്മണൻ നായർ സ്ത്രീയിൽ പറഞ്ഞ മകനാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ ഇപ്പോഴും ആ പഴയത് ഇരിക്കുന്നുണ്ടോ ഉള്ളിലെന്നാണ് ഗുരു ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പേര് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, പോയി സ്വാമി, എല്ലാം പോയി. ഉള്ളിൽ കിടന്ന ആ ഉച്ചനീചത്വങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഇവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നു എന്ന സ്മരണമഞ്ജരിയിൽ കുറ്റിപ്പുഴ പറയുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്ന ആ വാക്യം ഒരുപക്ഷെ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉള്ളിൽ പേറേണ്ട ഒന്നാണ്. അറിഞ്ഞോ അറിയാതെയോ അത്തരം ചോദ്യങ്ങൾ, അത്തരം വർത്തമാനങ്ങൾ, അത്തരം ചിന്തകൾ പടർന്ന് കൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ 1916 ഗുരു നടത്തിയ ഒരു പ്രഖ്യാപനം, എനിക്ക് ജാതി മതങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനമൊക്കെ ഒരുപക്ഷെ ആരും അധികം മുൻനിർത്തി പറഞ്ഞ് കേൾക്കാറില്ല നമ്മൾ. പക്ഷെ ഗുരു അങ്ങനെ പറഞ്ഞു. കാരണം പലർക്കും ഗുരുവിനെ അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഒരു ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും ജാതിയുടെ വക്താവായ ആരെങ്കിലും പ്രതിഷ്ഠിച്ചില്ലാക്കി സമാധാനം കിട്ടത്തില്ലല്ലോ. പക്ഷെ ഗുരു ഒടുവിൽ അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഡോക്ടർ പൽപ്പുവും അതുപോലെ കുമാരനാശാനും ഒക്കെ അടങ്ങുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തെ ഇവിടെ വളർന്നു വരുന്നു, ശ്രീനാരായണീയ പ്രസ്ഥാനം. ആ ശ്രീനാരായണീയ പ്രസ്ഥാനമൊക്കെ പിന്നെ എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനം ഒരു ചെറിയ നിരീക്ഷണത്തിലേക്ക് പോകാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു ശിഷ്യൻ എന്ന് പറയാൻ കഴിയുന്നതാണ് സഹോദരനയ്യപ്പൻ. സഹോദരനയ്യപ്പൻ വളർന്നു വരുന്നു. സഹോദരനയ്യപ്പൻ ഗുരുവിനെ പോലെ ആയിരുന്നില്ല, വ്യത്യസ്തനായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ ഇവിടെ കാണാം. അദ്ദേഹം മുന്നോട്ട് വെച്ചത് ജാതിനാശക സമരമാണ്. ഈ ജാതിനാശക സമരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതത്ര ഒരു ചെറിയ കാര്യമാണെന്ന്. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയല്ല. ജാതി നശിച്ചാൽ പിന്നെ മതം കാണില്ല. ഇന്ത്യയിൽ ജാതി നശിച്ചാൽ സനാതന മതത്തിന് പിന്നെ നിലനിൽപ്പില്ല. കാര്യം ഈ സനാതന മതം നിലനിൽക്കുന്നത് ഈ ജാതിയും ഉപജാതിയും കൊണ്ടാണ്. സഹോദരനയ്യപ്പൻ അടിച്ചത് ആ മതത്തിൻ്റെ അതിൻ്റെ മസ്തകം നോക്കിയാണ് അടിച്ചത്. ജാതി നാശക സമരവുമായി സഹോദരനയ്യപ്പൻ മുന്നോട്ട് പോകുന്നു. അത് നശിക്കണമെങ്കിൽ മിശ്രവിവാഹമല്ലാതെ മറ്റൊരു മാർഗമില്ല. സഹോദരനയ്യപ്പൻ മിശ്രവിവാഹത്തിലൂടെ മാത്രമേ ഈ ജാതി നശിപ്പിച്ചെടുക്കാൻ കഴിയൂ, മതം നശിപ്പിച്ചെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രായോഗിക വെറും തത്വജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലിരിക്കാതെ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വിപ്ലവത്തിൻ്റെ ശങ്കുലി മുഴക്കിക്കൊണ്ട് സഹോദരനയ്യപ്പൻ ഒരു പുതിയ ലോകത്തെ പണിതുയർത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷെ അപ്പോഴും ഗുരു സഹോദരനയ്യപ്പൻ്റെ ഈ മുന്നോട്ട് പോക്കിനെ ഗുരു പറഞ്ഞതിനെ തിരുത്തുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ സഹോദരനയ്യപ്പനെ തിരുത്താൻ ശ്രീനാരായണ ഗുരു പോയില്ല എന്നാണ് നമ്മൾക്ക് വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ സഹോദരൻ എത്ര വലിയ ആഹ്വാനമാണ് ഈ കേരള സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി പൊരുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ അങ്ങനെയെങ്കിലും ചെറായിൽ നടത്തിയ പന്തിഭോജനം, ചെറായിൽ പന്തിഭോജനം ഇപ്പോഴും അവിടെ എൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ചെറായിൽ നടത്തുമ്പോൾ ഉയർന്ന സമുദായം കയറി അവരെ തല്ലി ഓട്ടിക്കുകയാണ്. തല്ലി ഓട്ടിക്കുക മാത്രമല്ല, സഹോദരനയ്യപ്പനെ സ്വന്തം സമുദായക്കാർ വിളിച്ചത് പുലയനയ്യപ്പൻ എന്നാണ്. കാരണം അവരോടാണല്ലോ സമ്പർക്കം, അവരെ വളർത്തുവാനാണല്ലോ നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സഹോദരനെ പുലയനയ്യപ്പൻ എന്ന് വിളിച്ചു. പക്ഷേ ഈ സഹോദരൻ, ആ സാഹോദര്യം എന്ന് പറയുന്ന ആ പദം സഹോദരനയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദര സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ ഒരിക്കലും ആർക്കും മാച്ച് കളയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാം. സത്യത്തിൽ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കൊടുങ്കാറ്റ് തന്നെയായിരുന്നു സഹോദരനയ്യപ്പൻ അഴിച്ചുവിട്ടത്. അങ്ങനെ നമ്മുടെ കേരള നവോത്ഥാനത്തിന്, ആ നവോത്ഥാനത്തിൻ്റെ ദിശ മാറുന്ന ചില പ്രതിസന്ധികൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ നവോത്ഥാനം ഫ്യൂഡലിസത്തിന്
എതിരായിട്ട് നിൽക്കുമ്പോൾ, ഫ്യൂഡലിസത്തിനെ എതിർക്കുന്നു, ജാതി വ്യവസ്ഥയെ എതിർക്കുന്നു, ജന്മി കുടിയാൻ വ്യവസ്ഥയെ എതിർക്കുമ്പോൾ, അത് സർവ്വനിലയിലേക്ക് എത്തുമ്പോൾ മുതലാളിത്തത്തെ കൂടി എതിർക്കുന്നു. കേരള നവോത്ഥാനത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷതയാണ്. ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മുതലാളിത്തത്തെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടം കടക്കുമ്പോൾ അത് മുതലാളിത്തത്തിന് എതിരായിട്ടും സാമ്രാജ്യത്വത്തിനെതിരായിട്ടും കേരള നവോത്ഥാനം മാറി വരുന്നു എന്നുള്ളത് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ ആശയധാരകൾ വളർന്നിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. മറ്റൊരാൾ അയ്യൻകാളിയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു വിശേഷം നൽകുന്നുണ്ട്. അതിശക്തമായിരുന്നു. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുമ്പോൾ കേവലമല്ല, വഴി നടക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ നടക്കൂ, വണ്ടി ഓട്ടിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ വില്ല് വണ്ടി ഓട്ടിക്കൂ. ധിക്കാരിയുടെ കാതൽ, KPFന്റെ ഒരു പുസ്തകമുണ്ട്, ധിക്കാരിയുടെ കാതൽ. ആ ധിക്കാരിയുടെ കാതൽ, നിഷേധത്തിൻ്റെ നിഷേധം എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിലേക്ക് അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു കീഴാള നേതാവ് വളർന്നു വരുന്നു കേരളത്തിലേക്ക്. ആദ്യത്തെ സംഘടിത തൊഴിലാളി സമരം അതുവരെ ആരും കണ്ടില്ല. ആദ്യത്തെ സംഘടിത തൊഴിലാളി സമരം, സവർണന്റെ ബ്രാഹ്മണന്റെ പത്തായം കാലിയാക്കുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമരം. എന്തിനായിരുന്നു ആ സമരം? നമ്മുടെ മക്കളെ വിദ്യാലയങ്ങൾ കയറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് നമ്മൾ പണിയെടുക്കില്ല എന്ന് പറയുന്ന പഞ്ചമിയുടെയും ഉരുട്ടമ്പലത്തിനും സ്കൂളിൻ്റെയും ഒക്കെ ചരിത്രം അതിങ്ങനെ മിഴുവിറ്റ് നിൽക്കുകയാണ്. അയ്യങ്കാളിയുടെ അത് ഒരു പടപ്പുറപ്പാട് തന്നെയായിരുന്നു. പിടിച്ചു കെട്ടി ബന്ധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പടപ്പുറപ്പാട്. സർക്കാരിന്ന് കൊല്ലത്ത് വന്ന ഒരു സമരം, ഞാൻ ഇപ്പോൾ കൊല്ലത്തെ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് കൊല്ലത്ത് വന്ന് കല്ലയും മാലയും പൊട്ടിച്ചെറിയുന്ന സമരം അയ്യങ്കാളിയാണ് വന്ന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ പീരങ്കി മൈതാനത്തായിരുന്നു നടന്നത്. അന്ന് അത് കേസൊക്കെ ആയി എന്നാണ് പറയുന്നത്. ആ കേസാകുമ്പോൾ ഈ കേസ് ബാധിക്കുന്നതിന് ഇവർ പോയവർക്ക് അവസാനം നമ്മുടെ വക്കീൽ TV തോമസ് ആയിരുന്നെന്നാണ് പറയുന്നത്. അധ്വാനത്തിനായിട്ട് ഒരു കുളം കുഴിക്കാൻ പറഞ്ഞു. ആ കുളം ഇപ്പോഴും അവിടെ സംരക്ഷിക്കുന്നുണ്ട്. ആ കുളത്തിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ആ കുളത്തെ തൊടാൻ അവിടെ ഇപ്പോഴും അതിൻ്റെ അവകാശികളുടെ ഉണ്ട്. ആ കുളത്തെ തൊട്ടാൽ അവിടെ പ്രക്ഷോഭം നടക്കും ഇപ്പോഴും. അങ്ങനെ അയ്യങ്കാളി അവിടേക്ക് പോകുന്നു. ഇതിനൊക്കെ വഴി തുറക്കുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകുന്ന വിട്ടുപോകുന്ന ഒന്നുണ്ട്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതിനോട് തന്നെ പഴയ കൊല്ലത്തിൻ്റെ പന്തളത്ത് ചന്തയിൽ ഒരു കുട്ട നിറച്ച് മൂക്കൂത്തി, സ്വർണ്ണ മൂക്കൂത്തി, സമ്പന്നനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഉടുമയൊക്കെ വെച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ അതിസമ്പന്നൻ. ഈ ബ്രാഹ്മണന്മാരുടെ ഈ അധികാരികളുടെ ആക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഒരു കുട്ട നിറച്ച് കൊണ്ടുവരികയാണ് മൂക്കുത്തി, സ്വർണ്ണ മൂക്കുത്തി കൊണ്ടുവന്നിട്ട് കീഴാള സ്ത്രീകൾക്കെല്ലാം മൂക്കുത്തി വീശിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ട ഞാൻ യാദൃശ്ചികമായി പോയപ്പോഴാണ് മൂലൂരിൻ്റെ സ്മാരകത്തിൽ പോയത്. മൂലൂർ വെറും സരസകവി മാത്രം ആയിരുന്നില്ല. മൂലൂർ അന്ന് ഇത്തരം ഇത്തരം ജാതിനാശക സമരത്തിനും വഴിനടക്കലിന് വേണ്ടിയും ഈ കീഴാള സമൂഹത്തിൻ്റെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ മൂലൂരും വലിയ സംഭാവന ചെയ്തതായിട്ട് മൂലൂരിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു രക്തസാക്ഷി ഉണ്ടാവുക എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കൊന്നുകളഞ്ഞു സവർണാധികാരം. അത് കാണുകയാണ്. യഥാർത്ഥത്തെ അതിൻ്റെ ഒരു പതിപ്പെന്ന വണ്ണം അയ്യങ്കാളി വളർന്നു വരികയും നമ്മളെ ഈ കേരള നവോത്ഥാനത്തിലേക്ക് സത്യത്തിൽ പടർന്നു കയറുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത് പ്രക്ഷോഭങ്ങളും സമരങ്ങളും തന്നെയായിരുന്നു ആധുനികമായി കാണുന്ന മറ്റൊന്ന് ചട്ടമ്പി സ്വാമികളാണ്. നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. ഈ സവർണാധികാരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളുമായിരുന്നു. ഈ വേദാധികാരം വേദം അവരുടെ മാത്രം കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മറ്റുള്ളവനെ, താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവനെ അവനെ അത് പഠിക്കാൻ അനുവദിക്കാതിരിക്കുക, അവനെ അക്ഷരം നേടിയത് കഴിയുക, അവനത് കൈവയ്ക്കാതിരിക്കാൻ പാടില്ല. അവിടെയാണ് ചട്ടമ്പി സ്വാമികൾ കയറിയിട്ട് അവൻ്റെ കുത്തകയായ വേദത്തിൽ കയറി കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ടതല്ല, കീഴാളനും അവകാശപ്പെട്ടതാണ് ഈ അക്ഷരങ്ങൾ, വേദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വേദ പ്രാമാണികത്വത്തിന് മുകളിൽ അതിൻ്റെ മസ്തകത്തിലേക്ക് കയറി അടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചട്ടമ്പി സ്വാമികൾ ചെയ്തത്. ചട്ടമ്പി സ്വാമികളുടെ കൃതികളെല്ലാം അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ കൃതികൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. അവിടെയും ആ വേദാധികാരത്തിലെ ഈ ശൂദ്രന് ജ്ഞാനം സമ്പാദനത്തിന് പാടില്ല എന്ന് തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ എതിർക്കുന്നത്. അദ്ദേഹം ശങ്കരഭാഷ്യത്തെ പരസ്യമായാണ് വെല്ലുവിളിച്ചത്. ഗുരു പറഞ്ഞ തെറ്റുപറ്റി എന്ന് പറഞ്ഞതുപോലെയല്ല അയ്യങ്കാളി ചട്ടമ്പി സ്വാമി പറഞ്ഞത്. അതിനെ അടിമുടി എതിർത്തു ചട്ടമ്പി സ്വാമികൾ. അതിന് തിരിച്ചു പരശുരാമൻ്റേതാണ്
ഈ നാട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം. അതാണല്ലോ പരശുരാമ മഴ എറിഞ്ഞ് നേടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കൊടുത്തു, ഈ സ്വത്ത് ഇതെല്ലാം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതി. പരശുരാമൻ്റെ അല്ല കേരളം, ഈ നാട് പരശുരാമൻ്റെ അല്ല, ഇതിവിടുത്തെ അടിയാളന്മാരുടേതാണ് ഈ നാട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചട്ടമ്പി സ്വാമികൾ ചെയ്തത്. സത്യത്തിൽ ഒരു തിരുത്തിയെഴുത്തിൻ്റെ ഒരു 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 വലിയ വലിയ അധ്യായം അദ്ദേഹത്തിൽ കാണാവുന്നതാണ്. വളരെ വ്യത്യസ്തനായി നിൽക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് ഡോക്ടർ പി വി വേലിക്കുട്ടി അരയനാണ്. അത് മറ്റൊരു വിപ്ലവം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ അരയ സമൂഹത്തിന് അന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അരയ സമൂഹം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമായിട്ട് നിൽക്കുന്നവരാണല്ലോ. മത്സ്യം അത് ക്ഷേത്രത്തിൽ തൊട്ടുകൂടായ്മയാണ് മത്സ്യം. അപ്പോൾ മത്സ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവന് കയറാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഈ വേലുക്കുട്ടി അരയൻ ചെയ്തത് ദശാവതാരമാണല്ലോ നമ്മുടെ സനാതന മതത്തെ നിർത്തുന്ന മറ്റൊരു ഘടകം. പണ്ട് ഞാൻ കൂടുതൽക്കാലത്ത് ഡിഗ്രി കഴിഞ്ഞിറങ്ങി പഠിക്കാത്ത ഒരു ടെസ്റ്റ് എസ് ഐ ടെസ്റ്റും കണ്ട് എഴുതി ചെന്നപ്പോൾ അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നാണ് ആ ചോദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ വലിയ വിപ്ലവം നടന്നനെ. ഈ പരിണാമ സിദ്ധാന്തവും ദശാവതാരവും തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിരുന്നു ഒരു എസ് എ ചോദ്യം. അങ്ങനെയും ചോദിക്കാം, വ്യാഖ്യാനിക്കാം. ഈ ദശാവതാരത്തെ വേലുക്കുട്ടി അരയൻ കയറി ആക്രമിക്കുകയാണ്. മത്സ്യം കൂർമ്മ വരാഹച്ച നരസിംഹച്ച രാമു രാമച്ച കൃഷ്ണ കഴികൾക്ക് ജനാർദ്ദന എന്ന് പറയുന്ന ദശാവതാരത്തിലെ ആദ്യത്തേത് വിഷ്ണുവിൻ്റെ അവതാരം മത്സ്യമല്ലേ? അങ്ങനെയെങ്കിൽ ആ മത്സ്യം എങ്ങനെയാണ് നിങ്ങൾക്ക് അശുദ്ധിയായി മാറുന്നത്? നിങ്ങളുടെ ചരിത്രത്തിൻ്റെ പിറകിൽ നിങ്ങൾ ഇവിടുന്ന് മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന ബ്രാഹ്മണന്റെ ഉറിയിൽ കഠാര ഇരുന്നല്ലോ, അവൻ മാംസം ഭക്ഷിച്ചല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലും ബ്രാഹ്മണൻ പൂജ നടത്തുന്നവൻ മാംസം ഭക്ഷിക്കുന്നു, മത്സ്യം ഭക്ഷിക്കുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ അരയന് ക്ഷേത്രത്തിൽ കയറിക്കൂടാത്തത്? അരയ സമൂഹത്തിന് വേണ്ടി അങ്ങനെ ഒരു ശക്തമായ വാദം സമരമുഖം ഉന്നയിച്ചു കൊണ്ടുവരുന്ന വേലുക്കുട്ടി അരയൻ കയറി അടിച്ചത് ദശാവതാരത്തിലാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ വിഷ്ണു ആണല്ലോ, എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു ആണല്ലോ എല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന. ആ വിഷ്ണുവിൻ്റെ അവതാരമല്ലേ മത്സ്യം? അപ്പോൾ ആ മത്സ്യമേഖലയിൽ നിൽക്കുന്നവർ നിങ്ങൾക്ക് എങ്ങനെയാണ് അയിത്തമായി നടന്നത് എന്നടിച്ചു എന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ സത്യത്തിൽ സവർണാധികാരം സ്തംഭിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ അദ്ദേഹം അരയവംശ പരിപാലന യോഗം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘടനയും അവർക്ക് വേണ്ടി അദ്ദേഹം രൂപീകരിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവർ ക്ഷേത്രത്യാഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ്. ഉപേക്ഷിച്ചു, വേണ്ട നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിറച്ചു പോവുക. അങ്ങനെ സത്യത്തിൽ ആരെയും പറയുന്നത് വേലുക്കുട്ടി ആരെയും പറയുന്നത് മത്സ്യം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ സനാതന മതത്തിൻ്റെ മനസ്സും മസ്തിഷ്കവും തന്നെയാണ് മത്സ്യം. ആ മത്സ്യത്തെ നിഷേധിക്കേണ്ട എന്ന് തന്നെയാണ്. ഒടുവിൽ ഗുരുവിനെ പോലെ തന്നെ വേലുക്കുട്ടി അരയനും മതമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊരു നമ്മൾ ഓർക്കാൻ കഴിയുന്ന ഒരാൾ കുമാരഗുരുദേവനാണ്. പൊയ്കയിലപ്പച്ചൻ എന്ന് പറയുന്ന കുമാരഗുരുദേവൻ്റെ പാട്ടുകളാണ് ഇന്നും നമ്മുടെ ഉള്ളം പൊള്ളിക്കുന്ന ഒത്തിരിയധികം പാട്ടുകളുണ്ട്. കുമാരഗുരുദേവൻ ആദ്യം ചെയ്തത് വലിയ വിപ്ലവകരമായ കാര്യമായിരുന്നു. ബൈബിള് ചുട്ടുകളഞ്ഞു. ഏതൊരു സിനിമ പാട്ട് പറയുന്ന കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. അപ്പം ആ ദൈവത്തിൻ്റെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന ഗ്രന്ഥം കൊണ്ട് എന്ത് പ്രയോജനമാണ്? നിഷ്ക്രിയമായ ആ ഗ്രന്ഥം എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിള് ചുട്ടുകളയുകയാണ്. അപ്പച്ചൻ എഴുതുന്ന ആ പാട്ടുകളിൽ വരികളുണ്ട്. നമ്മൾ ഹിന്ദു മതത്തിൻ്റെ പുറമ്പോക്കിലൂടെ നമ്മൾ സഞ്ചരിച്ചു, നമ്മൾ ക്രിസ്തു മതത്തിൻ്റെ പുറമ്പോക്കിലൂടെ നമ്മൾ സഞ്ചരിച്ചു, പക്ഷേ നമ്മളെ ആരും ക്രിസ്ത്യാനിയുമാക്കിയില്ല, നമ്മളെ ആരും ഹിന്ദുവുമാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പാട്ടുകൾ എത്ര ശക്തമായിരുന്നു നമ്മുടെ മനുഷ്യ മനസ്സുകളിലേക്ക്. അദ്ദേഹം പ്രത്യക്ഷ രക്ഷാസഭ എന്ന് പറയുന്ന ഒരു സഭ രൂപീകരിച്ചുകൊണ്ട് പോയി. ഈ ബൈബിൾ ചുട്ടുകരിച്ചിട്ട് അദ്ദേഹം മറ്റൊന്നു കൂടി ചെയ്തു, സ്വയം ദൈവം എന്ന് പ്രഖ്യാപിച്ചു. അത് വലിയ വിമർശനങ്ങൾ കടവരുന്ന കാര്യമാണ്. മനുഷ്യ ദൈവങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പൊയ്കയിലപ്പച്ചൻ അത് ചെയ്തു. അതല്ല, ഈ സങ്കടക്കടലിൽ നിൽക്കുന്ന നമ്മൾ സ്വർഗത്തിൽ നിന്നൊരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ദൈവമില്ല, ഞാൻ തന്നെയാണ് ദൈവം, നിങ്ങൾ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റ് നമുക്ക് ഉപകാര സ്മരണയില്ലാത്ത എല്ലാത്തിനെയും നീക്കി എറിഞ്ഞുകൊണ്ട് നമ്മുടെ അടിമത്വത്തിന് കാരണഭൂതമായിട്ടുള്ള എല്ലാത്തിനെയും മാറ്റി എറിഞ്ഞുകൊണ്ട് കുമാരഗുരുദേവൻ്റെ ആ ഒരു മുന്നോട്ട് പോക്ക്, അദ്ദേഹം ആ സഭ, അത് യഥാർത്ഥത്തിൽ ഈ അടിമകളുടെ ഒരു വിമോചന പ്രസ്ഥാനമായി തന്നെയാണ് അപ്പച്ചൻ അതിനെ
വിശേഷിപ്പിച്ചതും സത്യത്തിൽ അത് പീഡിതരുടെ ഒരു പക്ഷാഭിമുഖ്യം തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇപ്പോഴും അങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളുണ്ട്. ആ പ്രാന്തവൽക്കരിക്കപ്പെടുന്നവർ അവർ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പീഡിക്കപ്പെടുന്നവരോടൊക്കെ വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി പൊരുതാവാനും ഒക്കെ അവരെ സമൂഹത്തിൽ നിന്ന് നേതാക്കന്മാർ ഉയർന്നു വരിക എന്ന് പറയുന്നത് സ്വാഭാവികം. അങ്ങനെ കുമാരഗുരുദേവന് പല ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ പാട്ടുകൾ ഇന്നും വർത്തമാന കാലഘട്ടത്തിലും കേരളത്തെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇനി ഒരുപാടുണ്ട് കേരള നവോത്ഥാനത്തെ ഇങ്ങനെ വളർത്തി വലുതാക്കി ഇന്ന് നാം കാണുന്ന ഒരു ആധുനിക സമൂഹമാക്കി മാറ്റിയെടുക്കുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന മതനിരപേക്ഷമായ പുരോഗമനാശയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊക്കെ വേരുറപ്പുള്ള എല്ലാ അധിനിവേശത്തെയും ചെറുക്കാൻ തോൽപ്പിക്കുന്ന മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ സാഹചര്യമായി ഇന്ന് ആധുനിക കേരളം വളർന്നു വന്നതിൻ്റെ പിന്നിൽ ഈ ത്യാഗോജ്വലമായ ആ പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സാനുമാഷ് എന്ന് പറഞ്ഞ ഒരു കൊണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ഈഴവ സമുദായം തൊട്ട് അതിൻ്റെ താഴോട്ടുള്ള സമുദായങ്ങളെ മുഴുവൻ സമുദ്ധരിച്ച് കൊണ്ടുപോരുക എന്നതായിരുന്നുവല്ലോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചുമതല. പക്ഷേ കാലാന്തരത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് എന്തു പറ്റി? ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആ സ്വന്തം സമുദായവും വിട്ട് ഈഴവ സമുദായത്തിൻ്റെ താഴോട്ടുള്ള സമൂഹങ്ങളെ അവർ വളർത്തിയെടുത്തോ? ആ ചോദിച്ചത് ഞാനല്ല, എനിക്ക് അതിനുള്ള അറിവുമില്ല. പക്ഷേ സാനുമാഷ് അദ്വൈതാശ്രമത്തിൻ്റെ ചെയർമാനാണ് ഇപ്പോഴും. ആ സാനുമാഷ് ഒരിക്കൽ വളരെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്, കഴിഞ്ഞില്ല. പോവുകയും ഇത്തരം പ്രസ്ഥാനങ്ങൾ അത് മറ്റൊരു മധ്യവർഗമായി കേരളത്തിൽ വളരുകയും അടിത്തട്ടിലുള്ള വർഗങ്ങൾ കീഴാള വർഗം മറ്റു കൂട്ടങ്ങളായി അത് അധപ്പതിച്ച് താഴോട്ട് പോയി. അപ്പോഴാണ് പറയുന്നത്, നമ്മൾ അങ്ങനെ അല്ലല്ലോ, അവർക്കൊക്കെ നമ്മൾ എന്തെല്ലാം കൊടുത്തു, വീട് കൊടുത്തു, കക്കൂസ് കൊടുത്തു, നമ്മൾ റോഡ് കൊടുത്തു. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും വേക്കുട്ടിയരിയനും അവർക്കൊക്കെ റോഡും കക്കൂസുമാണോ കൊടുത്തത്? എന്നിട്ടും എന്തേ അവരങ്ങനെ ആയി പോകുന്നു? ആ കീഴാള സമൂഹത്തിൻ്റെ ഭൂ ഉടമകളായിരുന്ന അവരുടെ കയ്യിൽ ഇന്ന് ഭൂമിയുണ്ടോ? എത്ര ഭൂമിയുണ്ട്? അവരിൽ എത്ര പേർ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്യുമ്പോൾ എന്തേ ആ കീഴാള ആ സമൂഹത്തിൽ നിന്ന് എത്ര പേർ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു മുകളിലേക്ക് എത്തുന്നു? എത്ര ശതമാനം? പരിശോധിക്കുക. ഈ ഗാന്ധിജിയും ഗുരുവും തമ്മിൽ ശിവഗിരിയിൽ ആലിൻ്റെ മൂട്ടിൽ വെച്ച് ഒരു ചെറിയൊരു വർത്തമാനം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഗാന്ധിജി ചോദിക്കുന്നു, ഗാന്ധിജി പറയുന്നു, ഈ എല്ലാം ഒന്നാണ് എന്ന് ഗുരുവിൻ്റെ വേഗം പറയുമ്പോൾ നോക്കൂ, ഈ ആൽവൃക്ഷം ഒന്നാണ് ഇലകളെല്ലാം, പക്ഷേ ആ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ ഓരോ രൂപങ്ങളിൽ എന്ന് ഗാന്ധിജി ഗുരുവിനോട് പറയുമ്പോൾ ഗുരു തിരിച്ചു പറയുന്നുണ്ട്, പക്ഷേ ആ ഇലകളെല്ലാം എടുത്ത് നിങ്ങൾ പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുത്ത് നോക്കൂ, അതൊന്നായിരിക്കുമെന്ന് പറയുന്നു. ഈ വൈരുദ്ധ്യം അത് ഇന്ത്യയിലുണ്ട്. ഈ വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം അംബേദ്കർ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഗാന്ധിജി ഒന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ഗാന്ധിജിക്ക് ജാതി നിലനിർത്തിയാൽ മാത്രമല്ലേ മതം നിലനിർത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കളായിരുന്നല്ലോ അവരൊക്കെ. പക്ഷേ ഇവിടെ ഇന്നും വർത്തമാന കേരളത്തിൽ ഏറെ സങ്കടത്തോടു കൂടി കാണുന്നത് ഇങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ബാക്കിപ്പത്രം, നവോത്ഥാനത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാറായോ ഇന്നും കേരളത്തിൽ എന്നാണ്. ആയിട്ടില്ല. മഹാഭൂരിപക്ഷം ഇന്നും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമത്വത്തിൻ്റെ കാണാപ്പുറങ്ങളിൽ അത്തരം ഒരു ജനവിഭാഗം ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ചർച്ചയാണ്, കുറച്ച് സമയം കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതിനെ ചർച്ച തുടങ്ങാം സമയത്തിൻ്റെ ഒരു കൊണ്ട്. യൂറോപ്പിൽ നടന്നതുപോലെ ഒരു നവോത്ഥാനം ഇന്ത്യയിലോ കേരളത്തിലോ നടന്നിട്ടില്ല എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ നടന്നിട്ടുള്ളത് ഒരു മതപരിഷ്കരണം അല്ലെങ്കിൽ മതനവീകരണം പ്രസ്ഥാനങ്ങൾ ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നവോത്ഥാനം നടക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോഴെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ പറഞ്ഞല്ലോ, സാറിൻ്റെ പ്രഭാഷണം ഒരു കവിത പോലെയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വളരെ ഒരു കവിത വായിച്ച് പുസ്റ്റോപ്പിടുന്ന ഭാഗത്താണ്. നവോത്ഥാനത്തിന് പുസ്റ്റോപ്പിടേണ്ട സമയമായിട്ടില്ല, നമുക്ക് തുടങ്ങേണ്ട സമയമാണ്. തുടക്കം കുറിക്കാൻ തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണെന്നാണ് എൻ്റെ ഭാവം. കാരണം വെച്ചാൽ ജാതി മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നാരായണ ഗുരു പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നാണ്. ജാതി നശീകരണമാണ് ഏറ്റവും പ്രധാനമായി കണ്ട സഹോദരൻ അയ്യപ്പൻ ജാതി പറയണമെന്ന് പറഞ്ഞു.
ജാതിയാണ് പ്രശ്നമെങ്കിൽ ജാതി പറയണം. അതാണ് ആ സമരത്തിന് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വച്ചത്, നവോത്ഥാനത്തിന് മുന്നോട്ട് വച്ചത് ശാസ്ത്രത്തെയാണ്. ശാസ്ത്രമാണ് നമുക്ക് പരിഷ്കരിക്കപ്പെട്ട, സമൂഹത്തെ പരിഷ്കരിക്കപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന്. അത് നമ്മൾ ഇന്ത്യയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ശാസ്ത്രത്തെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പഴഞ്ചൻ സിദ്ധാന്തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ്. ഇന്നും അതാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ശാസ്ത്രത്തെ പഴയതിൽ കൊണ്ട് കെട്ടിത്തൂക്കാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടത്. അതുകൊണ്ട് ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് നമുക്ക് മുന്നോട്ട് പോവേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറ് നടത്തിയ ഈ നവോത്ഥാനത്തിൻ്റെ വഴികൾ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഇത് ഇല്ല, സിലബസിൽ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറിയില്ല, ഉണ്ടെന്നറിയില്ല. എന്തായാലും കുട്ടികൾക്ക് അറിയില്ല എന്നാണ്, ഭൂരിഭാഗം കുട്ടികൾക്ക് ഇത് അറിയില്ല എന്നാണ്. പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികൾ വിട്ടുവന്ന വിദ്യാർത്ഥികളായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയില്ല. കാരണം വെച്ചാൽ അവർ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ PSC പഠനം മാത്രമാണുള്ളത്. PSCയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ഓരോ വർഷവും ഈ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. അതുകൊണ്ട് ഇത്തരം ചരിത്രബോധം നമ്മളെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കോറങ്ങളിൽ ഇത്തരം പ്രഭാഷണങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ച് നമ്മൾ യൂട്യൂബ് പോലുള്ള സാധനങ്ങൾ ഇടുകയും ചെയ്യുന്നത്. കുട്ടികൾ എന്തായാലും പ്രത്യേകിച്ച് യുവജനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലാക്കൽ, അവർ ഇത്തരം ഹാളുകളിലിരുന്ന് 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ അവർ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ വെച്ച് അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ കാലം നല്ല കാലമാണ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാതെ മാറ്റങ്ങളില്ല. ഇപ്പോൾ എല്ലാ ചെറുപ്പക്കാരും പോക്ക് കേസ് എന്നുള്ള ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. ചെറുപ്പക്കാർക്ക് നല്ല മാറ്റമുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അവർ നിരീക്ഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ഒത്തുകൂടലിൽ നിന്നും അവർക്ക് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ആദ്യമായി ഞാൻ രാമേന്ദ്ര സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നവോത്ഥാന പ്രക്രിയയിൽ ഒന്നോടി ഒന്ന് നടന്നുള്ള ഒരു പ്രബന്ധമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനോട് പലതിനോട് യോജിച്ചുകൊണ്ടും മറ്റ് പലതിനോടും വിയോജിച്ചുകൊണ്ടുമാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അതിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരു വിപ്ലവ സാഹിത്യം അല്ലെങ്കിൽ ജാതി മത വർഗ വർഷങ്ങൾക്കതീതമായി ആദ്യമായി അറിയപ്പെടുന്നതിൽ ഉണ്ടാകുന്നൊരു സാഹിത്യം എന്ന് പറയുന്നത് പാച്ചല്ലൂർ പതികമാണ്. കേട്ടിട്ടുണ്ടോ? പാച്ചല്ലൂർ പതികം 14-ാം നൂറ്റാണ്ടാണ് അതിൻ്റെ കാലം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഇത്രയും ശക്തമായി ആഞ്ഞടിക്കുന്ന 12 വരികൾ, ആകെ 12 വരികളേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കണം ഒരുപക്ഷെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പഴയ സാഹിത്യം, ഒരു വിപ്ലവ സാഹിത്യം എന്ന് പറയാവും. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിനെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഇവിടെ നവോത്ഥാനത്തിന് വിത്തുപാകി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഒരുപക്ഷെ നമ്മുടെ ഈ കൽക്കട്ടയിൽ നിന്നാണല്ലോ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യത്തിൻ്റെ ഒരു വളർച്ച. അതുകൊണ്ട് കൽക്കട്ടയ്ക്ക് ദ പോർട്ട് ഓഫ് റെനൈസാൻസ് എന്നൊരു പേര് പോലും ഉണ്ടായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ദ പോർട്ട് ഓഫ് റെനൈസാൻസ് എന്ന് പേര് പറയുന്നത് കൽക്കട്ട നഗരത്തിനെ ഉദ്ദേശിച്ച. അതുപോലെയാണ് ഈ ഭൂവുടമ സമ്പ്രദായം ഇവിടെ ആരംഭിക്കുന്നത് സംഘകാലത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്. സംഘകാലത്ത് ഭൂവുടമ സമ്പ്രദായമില്ല, ഭൂമി പൊതു സ്വത്തായിരുന്നു. അന്ന് ഗോത്രത്തലവൻ്റെ കീഴിൽ ഒരൊറ്റ ഭൂമി മാത്രമേ ഉള്ളൂ. ആ ഭൂമി അറിയപ്പെടുന്ന മന്ത്രങ്ങൾ എന്നാണ്. ആ തമിഴിലെ മന്ത്രമാണ് നമ്മളെ മലയാളത്തിലെ മന്നങ്ങൾ. ഈ മന്നങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഊരുകളാണ് പിന്നെ മാനൂരുകളും മന്നൂരുകളും ഒക്കെ ആയി മാറിയത്. കലമാനൂരും കിളിമാനൂരും ഒക്കെ ഈ മാനിൻ്റെ ഊരുകളെല്ലാം മന്നം ഊരുകളാണ് എന്ന് ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിക്കാർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഘകാലത്ത് നമ്മൾ പറയുന്ന ഈ ചിലപ്പതികാരവും മണിമേഖലയും സംഘകാല കൃതികളല്ല. കാരണം ചിലപ്പതികാരത്തിൽ കണ്ണകിയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഹാജരായ രാജാക്കന്മാരുടെ പട്ടികയിൽ ഒരു പല്ലവ രാജാവ് കടന്നു വരുന്നുണ്ട്. പല്ലവ രാജാവിൻ്റെ കാലം സംഘകാലത്തിൻ്റെ അവസാനവും കഴിഞ്ഞ് സംഘകാലം നശിച്ചതിന് ശേഷം 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പല്ലവന്മാർ അധികാരത്തിലെത്തുന്നത്.
7 മുതൽ ഏതാണ്ട് 9 വരെയാണ് അവരുടെ ഒരു കാലഘട്ടം. പൂർണ്ണമായി 9-ാം നൂറ്റാണ്ടിൽ അവർ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ പല്ലവ രാജാവ് 7-ാം നൂറ്റാണ്ടിൽ അധികാരത്തിലെത്തിയ പല്ലവ രാജാവ് അതിനെക്കുറിച്ച് അതിനകത്ത് പരാമർശം ഉണ്ടാകണമെങ്കിൽ അത് സംഘകാല കൃതിയല്ല, പിൽക്കാലത്തുണ്ടായതാണ് എന്നാണ്. അതിനെ സംബന്ധിച്ച് NTS നാരായണന്റെ പഠനം പറയുന്നത് 12-ാം നൂറ്റാണ്ട് എന്നാണ്. ഇളംകുളം പറയുന്നത് 6-ാം നൂറ്റാണ്ട് എന്നാണ്. 5-ാം നൂറ്റാണ്ടിൽ സംഘകാലം അവസാനിക്കും. അതിൻ്റെ അനുബന്ധ കൃതിയാണ് മണിമേഖല. കുലവാണികൻ ചാത്തനാർ എന്ന് പറയുന്ന ഒരാൾ ഈ കോവലന് പിന്നെ മാധവിയിലുണ്ടാകുന്ന അവിഹിത സന്തതിയുടെ അവർ ഇതൊക്കെ കണ്ടുമടുത്ത് ബുദ്ധമതം സ്വീകരിക്കുന്ന കഥയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ഈ ചിലപ്പതികാരത്തിന് ശേഷം ഉണ്ടായ കൃതിയാണ്. അതുകൊണ്ട് ഇത് രണ്ടും സംഘകാല കൃതിയായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. പിന്നെ ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജ്ജയ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന, ഇവിടുത്തെ നവോത്ഥാനത്തിന് വേണ്ടി വലിയ വായിൽ വർത്തമാനം പറയുന്നവർ മുഴുവൻ നിങ്ങളെയും എന്നെയും തെറ്റിദ്ധരിപ്പിച്ചു വരും. ഈ നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ കൂടി ഉൾപ്പെടുന്ന നിങ്ങളാണ് കേട്ടോ. തെറ്റിദ്ധരിപ്പിച്ചു വച്ചിരിക്കുന്നവരാണ്. 256 ശിലാലിഖിതങ്ങൾ കേരളത്തിൽ, ഞാൻ കേരളം മാത്രമേ പറയുന്നു, കണ്ടെത്തിയിട്ട്. ശിലയിൽ കൊത്താൻ ഉളിയും ചുറ്റികയും വേണം. ഈ പൂണൂലിട്ട ബ്രാഹ്മണൻ ഉളിയും ചുറ്റികയും കൊണ്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നടന്ന് ഈ ലിഖിതങ്ങൾ കൊത്തിവെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1. 2. താളിയോലകളാണ് പിന്നുള്ള എഴുത്ത് സാമഗ്രി എന്ന് പറയുന്നത്. ഈ താളിയോല എന്ന് പറയുന്നത്, താളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പനയാണ്. പനയിൽ നിന്ന് ഓല വെട്ടി ഇറക്കണം, ആ ഓലയെ ആവിയിൽ പുഴുങ്ങണം, നിഴലിൽ ഉണക്കണം, നീളത്തിന് മുറിക്കണം, അകവും പുറവും പലക ചീകിയിടണം, മധ്യത്ത് ദ്വാരമിടണം, കെട്ടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. ഒരു ബ്രാഹ്മണൻ പലയിൽ കയറി ഓല വെട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അകവും പുറവും പലക വെച്ച് കെട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ബ്രാഹ്മണൻ നാരായം കൊണ്ട് എഴുതുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ തെളിവുകൾ ഞാൻ പിന്നെ പറയാം. അപ്പൊ പിന്നെ എന്താണ് ശൂദ്രമക്ഷര സംയുക്തം? അക്ഷരം ക്ഷയിക്കാത്തത്. സംയുക്തം സംഹിത. നമ്മൾ ഋഗ്വേദം എന്നാണ് പറയുക. ഋഗ്വേദം എന്നല്ല, എൻ്റെ പൂർണ്ണ പേര് ഋഗ്വേദ സംഹിത എന്നാണ്. വള്ളത്തോൾ നാരായണമേനു വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഋഗ്വേദ സംഹിത ആദ്യ അവസാനം അദ്ദേഹം പറഞ്ഞു. ഞാൻ മലയാളം വായിച്ചുള്ളൂ, സംസ്കൃതത്തിൽ പാണ്ഡിത്യമൊന്നുള്ള ഒരാളല്ല. അപ്പോൾ അക്ഷര സംയുക്തം എന്ന് പറയുന്ന സംഹിതയാണ്. അക്ഷരമെന്ന് പറയുന്നത് ക്ഷയിക്കാത്ത വേദങ്ങളാണ്. നീ കേൾക്കരുത്. വേദം കേട്ടാൽ നിന്റെ മുഴുക്കി വിഴിക്കണം, പറഞ്ഞാൽ നാക്ക് മുറിക്കണം. നീ കേൾക്കവേ ഞാൻ പറയുക പോലും ചെയ്യരുത് എന്നാണ് വിദ്യാർത്ഥികൾക്ക്, ചട്ടന്മാർക്ക്, ഭട്ടന്മാർ കൊടുത്ത ഉപദേശം പോലും. അപ്പൊ പിന്നെ ചോദിക്കാം, ഇതിനെന്താണ് തെളിവുള്ളത്? തെളിവുണ്ട്. നമ്മുടെ VT ഭട്ടതിരിപ്പാട് നിങ്ങൾക്കൊക്കെ അറിയാം, നവോത്ഥാന നായകൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കണ്ണീരും കിനാവും അദ്ദേഹം ഒരിടത്ത് പറയുന്നു, എൻ്റെ 21-ാമത്തെ വയസ്സിലാണ്, 19-ാമത്തെ വയസ്സിലാണ് ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചത്. എന്നെ പഠിപ്പിച്ചത് ഒരു തീയാടി പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് 6 or 7 വയസ്സ്. തീയാടി പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ശൂദ്രരിൽ താഴ്ന്നവരാണ്. പോണ്ട EMS അഠ്യ നമ്പൂതിരിയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് എഴുതാനും വായിക്കാനുള്ള പരിശീലനം 16-ാമത്തെ വയസ്സ് വരെ കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതുന്നു. പിന്നെ എങ്ങനെയാണ് അവർണ്ണൻ അക്ഷരം പഠിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നത്? വേണ്ട. അയ്യങ്കാളിയുടെ മരുമകൻ TT കേശവൻ പുലയനാണല്ലോ. ശാസ്ത്രിപ്പട്ടം എന്ന് പറയുന്നത് സംസ്കൃതമാണ് അദ്ദേഹം പഠിച്ചത്, മലയാളമല്ല. എങ്ങനെയാണ് ഈ TT കേശവൻ ശാസ്ത്രി സംസ്കൃതം പഠിപ്പിച്ചത്? ആരോ ആവട്ടെ, പഠിച്ചപ്പോൾ ആരും പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് ബോധപൂർവം ഇതിന്, അതായത് ഞാൻ വയ്ക്കുന്ന ആശയത്തിന് ആക്കവും തൂക്കവും കിട്ടുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് പോലെ ഒരു ഫേക്ക് സംഭവമാണ് ഈ ഇത്. ഇനി പറയാം, അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി എന്തിനാണ് കുട്ടികളെ കയറ്റുന്നതിന് വേണ്ടി സമരച്ചത്? സ്വാഭാവികം അങ്ങനെ ചോദ്യം വരാം. അയ്യങ്കാളി കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്തത്, പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല.
എന്തുകൊണ്ട് പ്രവേശിപ്പിച്ചില്ല? ഉത്തരവുണ്ടായിട്ടും പ്രവേശിപ്പിച്ചാൽ മറ്റ് സവർണ കുട്ടികളോടൊപ്പമുള്ള ഐത്തപ്പാടുകൾ ശൂദ്ര അക്ഷര സംയുക്തം എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ബദലായി ഇത് നഷ്ടപ്പെടുമെന്നുള്ളത്. ഐത്തപ്പാടുകൾ ലംഘിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ രണ്ടാമതൊരു ചോദ്യം വരാം, എങ്കിൽ പിന്നെ അയ്യങ്കാളി വെച്ച പള്ളിക്കൂടെ കത്തിച്ചതെന്തിന്? അയ്യങ്കാളിയിലെ വണ്ടി ചേർത്തത് നമ്മളൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത് എവിടെ? ബാലരാമപുരം അല്ലേ? നോ, ബാലരാമപുരം അല്ല, പുന്നമൂടാൻ. ബാലരാമപുരത്ത് നിന്ന് 2 കിലോമീറ്റർ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെടിവെച്ചാങ്കോവിലുണ്ട്. വെടിവെച്ചാങ്കോവിൽ നിന്ന് റോഡ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചു ജംഗ്ഷനിലെത്തും. ബംഗാളൂരിൽ നിന്ന് വരുന്ന തിരുവനന്തപുരത്തേക്ക് വരാനുള്ള എളുപ്പ വഴി അതാണ്. അവിടെ ചെറുത്തത് നായന്മാർ ചെറുത്തു, അദ്ദേഹത്തിനെ അടിച്ചു. നായന്മാരൊന്നും അല്ല ചെറുത്തത് അവിടുത്തെ സവർണ തമിഴ് സമൂഹമാണ്. ആ ചന്ത ഇപ്പോഴും ഉണ്ട്. അയ്യങ്കാളി ആദ്യത്തെ ദിവസം അടികൊണ്ടു. രണ്ടാമത്തെ ചെറുപ്പിൽ അയ്യങ്കാളി പടയുമായി വന്ന് അവിടുത്തെ സവർണ സമൂഹത്തിന് മുഴുവൻ അടിച്ചൊതുക്കി. ഈ അടികൊണ്ട ആളുകൾ പകരം തീർക്കാൻ ഒരു അവസരം കാത്തിരുന്നു. അങ്ങനെയാണ് അയ്യങ്കാളിയുടെ പള്ളിക്കൂടം കത്തിച്ചത്. അല്ല അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ, അത് മാത്രമല്ല, ഇത് വേണ്ട പുരാണം നിങ്ങൾ പരിശോധിക്കൂ. രാമായണം എഴുതിയതാരാ? ദളിതനായ വാൽമീകി എന്നല്ലേ പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഈ പറഞ്ഞത് തെറ്റല്ലേ? മഹാഭാരതം എഴുതിയതാരാ? അങ്ങനെയാണെങ്കിൽ അത് മുക്കുവസ്ത്രീയുടെ മകൻ, ഇത് തെറ്റല്ലേ? അപ്പോ അക്ഷരം സംയുക്തം എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചിടത്ത് വന്ന പെശകിനെ പൂർണ്ണമായും നമ്മൾ അവർ മേലടിച്ചു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സവർണ സമൂഹത്തിനെ, സവർണ സമൂഹത്തിൽ നായർക്ക് മുകളിലുള്ളവരെ മുഴുവൻ അക്ഷരം പഠിപ്പിച്ച ഇവിടുത്തെ അവർണ സമൂഹമാണ്. അയ്യങ്കാളിക്ക് പഠിക്കാൻ കഴിയാത്ത മറ്റു ചില കാരണങ്ങളാണ്. അതും ഐത്തപ്പാടിന്റെ പ്രശ്നമാണ്. പഠിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ട് പിന്നെ അവർണൻ പഠിക്കാതെ വന്നു എന്നൊരു ചോദ്യം. അന്നത്തെ സാമൂഹ്യ അവസ്ഥ നമ്മൾ പഠിക്കണം. പഠിച്ചത് കൊണ്ട് എന്താണ് ഉപയോഗം? സർക്കാർ ഉദ്യോഗം കിട്ടാൻ അക്ഷരം അറിയണമെന്നില്ല. രാജാവിന്റെ പുറകെ ശൂരം പിടിച്ചുകൊണ്ട് പോകാൻ അക്ഷരം അറിയണമെന്നില്ല. ക്ഷേത്രത്തിൽ പൂജ നടത്താൻ ചില മന്ത്രങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. അക്ഷരം അറിയണമെന്നില്ല. അക്ഷരം എന്ന് ഞാൻ പറയുന്ന ലിപിയെ ഉദ്ദേശിച്ച അക്ഷരത്തിന്റെ ആവശ്യമേയില്ല എന്ന് ജീവിക്കാൻ. പിന്നെ ബ്രാഹ്മണന്റെ മുഴുവൻ മന്ത്രങ്ങളും കാണാതെ വേണം പഠിക്കാൻ. ഇടവഴിയിൽ പാടല്ലേ, എഴുത്തോരെ കുറിക്കല്ലേ. ആദ്യം ബ്രാഹ്മണനെ ഓത്ത് പഠിക്കാൻ ചെല്ലുന്ന കുട്ടി ആദ്യം പഠിപ്പിക്കുന്നെങ്കിൽ ഇടവഴിയിൽ പാടല്ലേ, എഴുത്തോലെ കുറിക്കല്ലേ എന്ന. പിന്നെ എന്തിനാ അവൻ അക്ഷരം? അപ്പൊ ഇതിങ്ങനെ പാരമ്പര്യമായി ഇവിടുത്തെ മഹാപണ്ഡിത, ഇതിപ്പോ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല, ഇവിടുത്തെ മഹാന്മാർ, ഞാൻ എത്രയും വേദികളിൽ അവർക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല എന്ന്. ഇതിങ്ങനെ പറഞ്ഞ് പരത്തുക. ഇപ്പൊ നിങ്ങൾ കാര്യം അങ്ങനെയാണെങ്കിൽ അവൻ സവർണ പക്ഷപാതി, എന്നെ ഏത് പക്ഷപാതിയാണെന്ന് ഇവിടെയുള്ള ജനത്തിനൊക്കെ അറിയാം. അപ്പൊ നമ്മൾ അന്ധവിശ്വാസം പടർത്തരുത്. അന്ധവിശ്വാസത്തിനെതിരെ വർത്തമാനം പറയുന്ന ഒരു വേദിയിൽ ഇത് പറയരുത് എന്ന് പല ആളുകളോടും. അല്ല, ആദ്യം ഞാൻ ഏറ്റുമുട്ടുന്ന കുരുവിപ്പുഴയോടെ. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ സ്ഥാപിക്കുന്നത്? വേറെ ഏതെങ്കിലും അവസ്ഥയിൽ ഇവന് അക്ഷരം പഠിക്കാൻ അവകാശമില്ല, അക്ഷരം നീ പഠിക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ ഐത്തപ്പാട് ലംഘിക്കരുത്. 6 അടി പെരുക്കങ്ങളായുള്ള ഐത്തപ്പാടുകൾ നീ ലംഘിച്ചാൽ നിന്റെ അക്ഷരമെന്നല്ല, നിന്നെ ഒന്നിന് ഞാൻ വച്ചേക്കില്ല എന്ന് അവന് പ്രത്യേകം ഭാഷ പോലും സൃഷ്ടിച്ചു കൊടുത്തിരുന്നു. വേണ്ട, പാതിരിമാർ 1765 ജോൺ പോക്സ് കേരളത്തിൽ കൊല്ലത്ത് കാലുകുത്തുന്നു. കൊല്ലം മുതൽ അദ്ദേഹം കന്യാകുമാരി വരെയുള്ള പല സ്ഥലങ്ങളിലും പള്ളി സ്ഥാപിക്കുകയും അവർണന് വേണ്ടി പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു ബ്രാഹ്മണനും എതിർത്തില്ല, ഒരു രാജാവും എതിർത്തില്ല, ഒരു മാടമ്പിയും എതിർത്തില്ല. എന്താ എതിർക്കാത്തത്? അവൻ പഠിപ്പിച്ചത് മലയാള അക്ഷരങ്ങളാ. കാട്ടൂൻ തമിഴ്നാട്ടിൽ പഠിപ്പിച്ചു, ആരും എതിർത്തില്ല. അപ്പൊ ദാറ്റ് മീൻസ് നമ്മൾ ഇന്നും വിചാരിച്ചു വെച്ചേക്കുന്നത് നമ്മളെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. ശൂദ്രമക്ഷര സംയുക്തം വെറുതെ പരിവർത്തി. ശൂദ്രൻ അക്ഷരം പഠിച്ചാൽ അവനെ നാക്കറിക്കോന്ന് കൈവിട്ടോന്ന് വിരൽ കുടിക്കുന്നു. അപ്പൊ അത് ശരിയാണ്. മറ്റൊന്നുള്ളത്, ഇത് ഇവിടെ ഞാൻ നിർത്തുന്നു. ഇത് ഒരു വലിയ ലേഖനമായി ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മിക്കവാറും അടുത്ത മാസം പുറത്തു വരും. രണ്ടാമത്, നാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് 1888 അല്ലേ? നമ്മുടെ ഈഴശിവരെ പ്രതിഷ്ഠിച്ചു. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്.
നാം നമ്മുടെ ശിവനെയാണ് ദൂഷിച്ചത്. അത് എപ്പോഴാണ് പറഞ്ഞത്? ഇത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പത്രപ്രതിനിധി ആശുപത്രിയിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. 1870 ഇതിനും 18 കൊല്ലങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂരിനടുത്ത് കുറിയന്നൂർ കുന്നിന്റെ മുകളിൽ ഒരു പുലയൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തപസ്വി ഓമലൻ കേട്ടിട്ടുണ്ടോ? തപസ്വി ഓമലൻ പ്രതിഷ്ഠിച്ച ഒരു ശിവനുണ്ട്. ഉളിക്ക് വെട്ടിക്കേറിയ ശിവൻ നമുക്കിപ്പോഴും കാണാൻ പറ്റും. ഒരു പാറപ്പുറത്ത് കുഴിയെടുത്ത് അതിനകത്താണ് ശിവനെ ഇറക്കി വെച്ചത്. സംഭവം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അദ്ദേഹം ഈ ആറന്മുള ക്ഷേത്രത്തിൽ ആറാട്ട് കാണാൻ പോയപ്പോ ഈ പുലയർ ആറ്റിനക്കരെ നിന്നാണ് ഈ ആറാട്ട് കാണുന്നത്. എല്ലാവരും പോകാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം പോകാതെ അവിടെ നിന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പുറത്ത് ചാണകം തെളിച്ചു. അദ്ദേഹം വേറൊരു ശിവനെ പ്രതിഷ്ഠിച്ചു. കുറിയന്നൂർ, ഞാനവിടെ പോയാണ്. ഇന്നും KPMSന്റെ കീഴിലാണ് ആ ക്ഷേത്രം. പൂജയൊക്കെ ബ്രാഹ്മണന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് നടത്തുന്നത് KPMS ആണ്. കേരള പുലയ മഹാസഭയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പുലയരുടെ ഒരു വലിയ സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ ചെന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്ന് വിചാരിച്ച് നാരായണ ഗുരു പ്രതിഷ്ഠയുടെ പ്രസക്തി ഒന്നും കുറഞ്ഞു എന്നല്ല ഈ പറഞ്ഞത്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ തപസ്യമല്ലേ എത്ര പേർക്കറിയാം. അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഒന്നും വേണ്ട, നാരായണ ഗുരു അദ്ദേഹം 5 ദളിത് കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട്. നാരായണ ഗുരു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവചരിത്രം ഉണ്ടായിട്ടുള്ള നാരായണ ഗുരു ഏതാണ്ട് 2000-ലേറെ. അത് മുഴുവൻ ശേഖരിച്ചിട്ടുള്ള ഒരാളുണ്ട് ഇതിലൊക്കെ അറിയോ? അങ്ങനെ ഒരാളുണ്ട്. അയാളെ പേര് ലാൽ സലാം. 2000 പുസ്തകങ്ങൾ അദ്ദേഹം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. വിൽക്കാനല്ല, എക്സിബിഷൻ മാത്രം. അതിനകത്ത് ഒരേ ഒരു പുസ്തകത്തിലാണ് നാരായണ ഗുരു ദത്തെടുത്ത 5 ദളിത് കുട്ടികളെ കുറിച്ച് പറയുന്നത്. അതിലൊരു ദളിതൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ദളിതനായ മേയർ. ആ ദളിതനായ മേയർ വിവാഹം കഴിച്ചിരിക്കുന്നത് വെള്ളനാട്ടിൽ. ആ ദളിതനായ മേയർ എത്ര പേർക്കറിയാം? സി കേശവന്റെ കൂടെ ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതിന്റെ അന്ന് തിരുവിതാംകൂറിൽ ചിത്തിര തിരുനാളിനൊപ്പം ക്ഷേത്രത്തിന്റെ പടി ചവിട്ടിക്കേറിയ കൊച്ചുചണയൻ എന്ന് വിളിപ്പേരുള്ള മേയർ കുഞ്ഞിരാമനെ എത്ര പേർക്കറിയാം? ഇവിടെ ആര് രേഖപ്പെടുത്തി? അയ്യങ്കാളിയെയും നാരായണ ഗുരുവിനെയും ഡോക്ടർ പൽപുവിനെയും മക്കിടി ലബ്ബയെയും ഒക്കെ ഈ തത്വശാസ്ത്രവും നീതിശാസ്ത്രവും പഠിപ്പിച്ച ഒരു സ്ഥാപനമുണ്ട്, ജ്ഞാനപ്രചാകരം സഭ, പേട്ടയിൽ രാമപിള്ളാശാൻ ഉണ്ടാക്കിയതാണ്. അവിടെ ഇവരെ എല്ലാവരെയും പഠിപ്പിച്ച ഒരു അധ്യക്ഷനായിരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു, തൈക്കാട് അയ്യാ ഗുരു. അറിഞ്ഞൂടാ പോട്ടെ. 10 കൊല്ലത്തിന് മുമ്പ് അയ്യാ വൈകുണ്ഠരെ എത്ര പേർക്കറിയാം? ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് അയ്യാ വൈകുണ്ഠർ രംഗത്ത് വന്നത്? എപ്പോഴാണ് പാഠപുസ്തകങ്ങൾ ഇടം പിടിച്ചത്? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഉണ്ടാകാൻ തുടങ്ങിയത്? നാടാർ സമൂഹം ഒരു വോട്ട് ബാങ്കായി മാറിയപ്പോഴാണ്. അപ്പൊ ദാറ്റ് മീൻസ് നമ്മളിവിടെ നവോത്ഥാനത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ പുറത്തു വരണമെങ്കിൽ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് ബാങ്കുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ അയ്യാ ഗുരുവായാലും അയ്യാ വൈകുണ്ഠരായാലും ഒരുപക്ഷെ നാരായണ ഗുരുവരെ മണ്ണിന്റെ അടി പോകാവുന്ന അവസ്ഥയാണ് നമ്മുടെ ആധുനിക ജനാധിപത്യം നമുക്ക് തരുന്നത്. ഇത് അല്പരോക്ഷത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരാത്മരോക്ഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. 10 കൊല്ലത്തിനും അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഈ രംഗം ഇത് വായിച്ചിട്ടുള്ള 10 കൊല്ലത്തിനും അയ്യാ വൈകുണ്ഠർ ഉണ്ടായിരുന്നു ചിത്രത്തിൽ. സാമ്പവ മഹാസഭ ഉണ്ടായിരുന്നതിന് മുമ്പ് നമുക്കറിയാവുമായിരുന്നു പൊയ്കയിലപ്പച്ചനെ? ഇല്ല. അപ്പോ ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോൾ തന്നെ നമ്മൾ മുമ്പോട്ടാണോ പോകുന്നത് പിറകോട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് 2 വാക്ക് പറയാതെ പോയാൽ അത് മോശമായി. ഒരുപക്ഷേ നവോത്ഥാന ചരിത്രം, കേരളത്തിന്റെ ആധുനിക നവോത്ഥാന ചരിത്രം ആരംഭിക്കേണ്ടത് കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് ആരംഭിക്കണം. അദ്ദേഹം 3 തുള്ളലുകൾ ഉണ്ടാക്കി: ഓട്ടം തുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ. ഇതെവിടാ തുള്ളിയതാദ്യം? ഇത് ആരുടെ തുള്ളലായിരുന്നു? ഇത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന ഒരു ലോക മണ്ടത്തരമുണ്ട്. എവിടെയാണ് അദ്ദേഹം മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്നു,
ചാക്യാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇദ്ദേഹം ഉറങ്ങിപ്പോയി. ചാക്യാർ ആക്ഷേപിച്ചു. ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ ചെന്ന് 1460 വരികളുള്ള ഈ കല്യാണ സൗന്ദര്യം എഴുതി തീർത്തു. ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ട്യൂൺ ചെയ്തു, വാദ്യം ഉണ്ടാക്കി, വേഷം ഉണ്ടാക്കി, കാലത്തെ തുള്ളി. എന്തൊരു വിഡ്ഢിത്തമാണ് കുട്ടികളെ പഠിപ്പിച്ചു വയ്ക്കുന്നത്. നടക്കൂ, ഒരു മനുഷ്യ സാധ്യമാണോ? 12 മണിക്കൂറാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ആദ്യമേ തന്നെ കുഞ്ചൻ നമ്പ്യാർക്ക് ആശയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ച് അവസരം വന്നപ്പോൾ പ്രയോഗിച്ചിരിക്കാം. അത് ഞാൻ ശ്രദ്ധിക്കുന്നു. ശീതങ്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഴയ പൂർവ്വ ദ്രാവിഡത്തിൽ നമ്മൾ എടുത്തു നോക്കണം. അതിൻ്റെ അർത്ഥം പൊലയനെന്നാണ്, കൃഷിക്കാരനെന്ന്. പറയുന്നുള്ളൽ ഞാൻ പറയണ്ടല്ലോ ആരാണ്. ഇനി അറിയേണ്ടത് നമുക്ക് ഓട്ടനെയാണ്. ഈ ഓട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ കണ്ടുപിടുത്തമല്ല. ഇത് പടയണിയിലുള്ള തുള്ളലാണ്. പടയണി വായിച്ചുള്ളവർക്കറിയാം. വാസുദേവൻ പിള്ള സാർ അത് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു തുള്ളലുണ്ട്, നായ്ക്കൻ്റെ തുള്ളൽ. ഈ നായ്ക്കൻ്റെ തുള്ളലും ഈ ശീതങ്കൻ തുള്ളലും ഈ പറയൻ തുള്ളലും കേരളത്തിലെ ആകെ 2 ബ്രാഹ്മണ രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നാണ് ചെമ്പകശ്ശേരി. ചെമ്പകശ്ശേരി ദേവനാരായണന്റെ കുലക്ഷേത്രമായ അമ്പലപ്പുഴ അമ്പലത്തിനകത്ത് പറയനെയും പുലയനെയും നായ്ക്കനെയും കയറ്റി തുള്ളിച്ചു എന്നുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ നവോത്ഥാന നായകനായി പ്രതിഷ്ഠിക്കപ്പെടണം എന്ന് ഞാൻ പറയുന്നൊരു കാര്യം. പക്ഷേ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നമ്മുടെ ആളുകൾ അങ്ങനെ കണ്ട കാര്യം. ഇവിടെ തിരുവിതാംകൂറിൽ നമ്പ്യാന്മാരില്ലല്ലോ, അവർക്ക് സംഘടനയില്ല. ഒരുപക്ഷെ ഇവിടെ ഒരു വലിയ നമ്പ്യാർ സമൂഹം ഉണ്ടായിരുന്നു എങ്കിൽ, ഒരു നമ്പ്യാർ സംഘടന ഉണ്ടായിരുന്നു എങ്കിൽ കുഞ്ചൻ നമ്പ്യാരായിരിക്കും നമ്പർ 1. ഇപ്പോൾ 0-ൽ നിൽക്കുന്ന ആളുകൾ. ഇനി നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നു. എഴുത്തച്ഛൻ ശരിക്കു പറഞ്ഞാൽ എഴുത്തച്ഛൻ പ്രതിഷേധം ഉണ്ടായിരുന്ന ആളും പ്രതിഷേധിച്ച ആളുമാണ്. പക്ഷെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കണം. അക്കാര്യത്തിൽ നാരായണ ഗുരു എഴുത്തച്ഛൻ ഒരിടത്ത് സന്ധിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ തമിഴ്നാട്ടിൽ ചെന്ന ആധീനങ്ങളിൽ നിന്നാണ് അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നത്. ഇവിടെ വന്നു. അദ്ദേഹം ആദ്യം രാമായണം എഴുതി. രാമായണം എഴുതുന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ അച്ചുചരിതങ്ങളെ കൊണ്ട് വൃത്തികേടായി കിടന്ന കാലത്ത് ഭക്തിയിലൂടെ പരിഷ്കരിക്കാൻ പറ്റുമോ നോക്കിയതാണ്. അതിന് പലരും കൂട്ടുപിടിക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പിന്നൊരെണ്ണം എഴുതി. ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, മഹാഭാരതം. ആ മഹാഭാരതത്തിൽ ഭഗവത്ഗീതയില്ല. ഭഗവത്ഗീത അദ്ദേഹം എഴുതിയിട്ടില്ല. നാരായണ ഗുരു സംസ്കൃത പണ്ഡിതനാണ്, തമിഴ് പണ്ഡിതനാണ്, മലയാളം നന്നായി കൈകാര്യം 3 കവിത എഴുതിയാണ്. അദ്ദേഹം ഭഗവത്ഗീത വർത്തനം ചെയ്തിട്ടില്ല. പകരം ഈശോവാസ്യം വർത്തനം ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീത തൊട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹം തിരുക്കുറൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒഴുതുണ്ട് വാഴ്വാരെ വാഴ്വാർ മറ്റും അവർ തൊഴുതുണ്ട് പിൻചെൽപ്പവർ. ആദ്യമായി വിയർക്കുന്നവനെ, അവന്റെ കഴിവിനെ പുകഴ്ത്തുന്ന കാവ്യ വരികളുള്ള ഏക ധർമ്മോപദേശ കാവ്യമാണ് തിരുക്കുറൾ. ലോകത്ത് ബൈബിൾ എഴുതിയ ഏറ്റവും കൂടുതൽ ഭാഷയിലെ വിവർത്തനം ചെയ്തുള്ള ഭഗവത്ഗീതയല്ല, തിരുക്കുറളാണ്. പക്ഷെ അത് അണ്ണാച്ചിയിലേതാണെന്ന് പറഞ്ഞ് നമ്മൾ തീരെഴുതി കൊടുത്തു. പക്ഷേ ഇത് ഉണ്ടായത് നമ്മുടെ കുഴിത്തറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണത് തമിഴർ തന്നെ തെളിയിച്ചിട്ടുള്ളത്. അതിന് വേറെ സംസാരിക്കാനുള്ള സമയം വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തിരുമന്ത്രം, അതുപോലെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ, അത് ഇതുപോലെ മംഗലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി ബന്ധപ്പെട്ടതാണ്. അതും അവർണ പ്രതിഷ്ഠയാണ്. പിന്നുള്ളത് മേയറുടെ കാര്യം ഞാൻ പറഞ്ഞു. അയ്യങ്കാളി, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ സമരം ഈ ദേശമനുസരിച്ചും ചരിത്രത്തിന് മാറ്റിമറിക്കാം. അയ്യങ്കാളി ആദ്യം നടത്തിയ ചന്തസമരം നെടുമങ്ങാട്ടെ ചന്തസമരം. ഞാൻ നെടുമങ്ങാട്ടുകാരനല്ല, ഇവിടുത്തെ പൗരനാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, 1912 ആദ്യം നടത്തിയ ചന്തസമരം. അത് കഴിഞ്ഞാണ് മാരായമുട്ടത്ത് അദ്ദേഹം നടത്തുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ നെയ്യാറ്റിൻകര സമരം നടക്കുന്നത്. ചന്തസമരങ്ങളാണ് മാത്രം, പള്ളിക്കുടം സമരമല്ല. എന്തുകൊണ്ട് അടയാളപ്പെടുത്താതെ പോയി? അപ്പൊ ഒരു ദേശം ഇത് തിരുവനന്തപുരത്താണ് നടത്തണമെങ്കിൽ തിരുവനന്തപുരത്തെ നവോത്ഥാന പ്രചാരകരും രാജഭക്തന്മാരും ഒക്കെ കൂടെ ചേർന്ന് ചെയ്തേനെ. പക്ഷെ നെടുമങ്ങാടായിപ്പോയി. നെടുമങ്ങാടായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. കാര്യം മരച്ചിനിയുടെയും മലമ്പനിയുടെയും നാടാണ്. അവിടെ നടന്ന സമരങ്ങളൊന്നും സമരങ്ങളല്ല എന്നുള്ള ധാരണ ഇന്നും നമ്മുടെ ചരിത്രകാരന്മാരുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടില്ല.
അതുപോലെ തന്നെയാണ് അയ്യങ്കാളി. അപ്പൊ നമ്മൾ പറയുന്നത് അവർക്ക് സൗകര്യമുണ്ട്, അവർക്ക് റിസർവേഷനുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, പിന്നെ എന്തിനാണ് ഇപ്പോഴും ഇത്രയും വലിയ പരിഗണന എന്നൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അയ്യങ്കാളി നിസ്സാരക്കാരനല്ല, 8 ഏക്കറിന്റെ ജന്മിയാണ്. ആ 8 ഏക്കറിന്റെ ജന്മിക്കാണ് ഒരു വില്ലുവണ്ടിൽ യാത്ര ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഈ റിസർവേഷനും ഈ സാമൂഹ്യ പദവിയും തമ്മിൽ പൊരുത്തപ്പെടുത്തേണ്ടതില്ലേ? മറിച്ച് സമ്പത്തും സാമൂഹ്യ പദവിയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട, രണ്ട് സമാന്തരമായി പോകുന്നതാണ് എന്ന് മാത്രം പറയുന്നു. പറയാനേറെയുണ്ട്. എനിക്കത് ശേഷം സംസാരിക്കുന്ന ആളുകളോട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ഇന്ത്യയിലെ നവോത്ഥാനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ നവോത്ഥാനം, ഇതര സംസ്ഥാനങ്ങളിലെ നവോത്ഥാനം എന്ന് രണ്ടായിട്ട് വേർതിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പഞ്ചവത്സര പദ്ധതികളിൽ ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള നയമാണ് 1-ാം സ്ഥാനം കൃഷി, 2-ാം സ്ഥാനം വ്യവസായം, 3-ാം സ്ഥാനം സേവനം. 1-ാം കേരള നിയമസഭയിൽ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ വിരിഞ്ഞ ഒരാശയം വരാനിരിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന ശിലയിടുകയായിരുന്നു. അതായത് കേരളത്തിൽ കൃഷിക്കോ വ്യവസായത്തിനോ ആവശ്യത്തിന് ആയതിൻ്റെ ഈ രണ്ടിൻ്റെയും ആവശ്യത്തിന് കൊടുക്കാൻ ഭൂമി ഭാവിയിൽ കിട്ടാതെ വരും. ഓരോ കുടുംബത്തിനൊരു വീട് വെക്കാൻ പോലും ചിലപ്പോൾ ഭൂമി തികയാതെ വരും. അങ്ങനെ വന്നാൽ 1-ാം സ്ഥാനം കൃഷിക്കോ 2-ാം സ്ഥാനം വ്യവസായങ്ങൾക്കോ 3-ാം സ്ഥാനം സേവന മേഖലയ്ക്കോ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ നവോത്ഥാനം പോകേണ്ടത്, ആരംഭിക്കേണ്ടത്, തുടങ്ങേണ്ടത്, തുടർന്ന് കൊണ്ടുപോകേണ്ടത് സേവന മേഖല, ഇന്ത്യയുടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സേവന മേഖല ആദ്യത്തേതിൽ ഇടുക കേരളത്തിന് വേണ്ടി. അങ്ങനെ സേവന മേഖലയെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും സർവവിധ സന്നാഹങ്ങളോടും കൂടി ആരംഭിക്കേണ്ടതുണ്ട് എന്ന് 1-ാം കേരള മന്ത്രിസഭയിലേക്ക് ആവശ്യപ്പെടുകയും അത് ഏതാണ്ട് നിരാകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ വിരിഞ്ഞ മറ്റൊരാശയം, അത് നടപ്പിലാക്കാനായിട്ടുള്ള പണമെവിടെ? സേവന മേഖലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എവിടെ കൂടെ വരും? എങ്ങനെ വരും? ആര് പണം മുടക്കും? ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചിന്താധരണികൾ അദ്ദേഹത്തിന് നേരെ ചൊരിയുകയും നിശബ്ദനായി സഹിക്കുകയും എന്നാൽ പിന്നീട് അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്ത ഒരു നവോത്ഥാനത്തിൻ്റെ ശിലയിടലാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ, ആധുനിക നവോത്ഥാനത്തിൻ്റെ ആണിക്കല്ല്. അതിനായി അദ്ദേഹം സമീപിച്ചത് അന്നക്കാലത്ത് പച്ചപ്പുല്ല് പോലും തിന്നാൻ ഇന്ത്യക്കോ ഇന്ത്യയിലെ ജനതയ്ക്കോ കേരള ജനതയ്ക്കോ നിവൃത്തിയില്ലാത്ത വിധം കഷ്ടപ്പെടുമ്പോൾ മിഷനറിമാരുടെ പ്രവർത്തനത്തോടുകൂടി അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാർപ്പാപ്പ പ്രതികരിച്ച് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ്, ചോളം, പാൽപ്പൊടി, എണ്ണ ഇതെല്ലാം സ്കൂളുകൾ വഴിയും കൊടുക്കാനായിട്ട് തീരുമാനമുണ്ടാകുന്നതോടുകൂടി തന്നെ സാർവത്രിക വിദ്യാഭ്യാസം സേവന മേഖലയ്ക്കുള്ള ആദ്യത്തെ വഴിമരുന്നിടലാണെന്ന് മനസ്സിലാക്കുകയും അതിന് പറ്റുന്ന വിധത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ തുടങ്ങുക. നിങ്ങൾ ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, മലയാളം എങ്കിൽ മലയാളം, ഹിന്ദി എങ്കിൽ ഹിന്ദി, ഇത് മൂന്നും കൂടിയാണെങ്കിൽ അത്
നിങ്ങൾക്ക് തോന്നുന്ന പോലെ നടത്തിക്കോ, പഠിപ്പിച്ചോ. അതനുസരിച്ച് പള്ളികളോടൊപ്പം കൂടങ്ങളും ഉണ്ടായി, പള്ളിക്കൂടങ്ങൾ. അവിടെ നവോത്ഥാനത്തിൽ, ഭാവിയിലേക്കുള്ള നവോത്ഥാനത്തിൻ്റെ ആദ്യശിലയിൽ കുട്ടികൾ പഠിപ്പ് തുടർന്നു. കഴിക്കാനായി പാൽപ്പൊടിയും ഗോതമ്പും ഉപ്പുമാവും കഴിക്കാനായിട്ട് കുട്ടികൾ ആവേശത്തോടെ വന്നു തുടങ്ങി. അവരെ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങി. ഇത് കണ്ടപ്പോൾ NSS പത്മനാഭൻ്റെ നേതൃത്വം, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ മത്സരമായി. ഇത് രണ്ടുമായപ്പോൾ MES വന്നു. ഭാവിയിൽ സേവന മേഖലയ്ക്ക് സപ്ലൈ ചെയ്യാനായി കുട്ടികൾ തയ്യാറാക്കപ്പെടുന്നു. ഈ കുട്ടികളുടെ കടന്നുവരവ് 10ാം സ്റ്റാൻഡേർഡ് 11, 12 കഴിഞ്ഞു. ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. മലയാളം മാത്രമല്ല, കേരളം വിട്ടു തുടങ്ങി. സേവന മേഖലയിൽ നിന്ന് സേവനം ചെയ്യാനായിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും കുട്ടികൾ പാഞ്ഞു തുടങ്ങി. അവിടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജാതി മത രാജ്യ വ്യത്യാസങ്ങൾ പമ്പ കിടക്കുന്നു. നവോത്ഥാനമാണത്. ആ നവോത്ഥാനത്തിൻ്റെ ഫലമായി അവർ കേരള യുവതികളെയോ യുവാക്കളെയോ അല്ല കണ്ടത്. അവരുടെ തൊഴിലിൽ ജോലി ചെയ്യുന്ന പോലേരും പറയനും ഈഴവനും നായരും നാടാരും മാന്നാനും മദ്ദായി എല്ലാം ആരൊക്കെയാണോ അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വ്യത്യസ്ത മതത്തിലും ജാതിയിലുള്ള സ്ത്രീകളുമായിട്ട് വിവാഹം കഴിഞ്ഞ് പലയിടങ്ങളിലും താമസിച്ചിട്ട് അവർ വരാൻ തുടങ്ങി. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരെ ലിവിങ് ടുഗദറായിക്കോട്ടെ, വിവാഹം കഴിച്ചവരായിക്കോട്ടെ വരാൻ തുടങ്ങി. ഇപ്പോ കേരളത്തില് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ ആരെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ എത്ര വിവാഹങ്ങൾ എൻ്റെ പരിസരത്ത് നടക്കുന്നു, ഞാൻ കാണുന്നിടത്തൊക്കെ നടക്കുന്നു, എൻ്റെ ബന്ധുക്കളിൽ നടക്കുന്നു, എൻ്റെ ജില്ലയിൽ നടക്കുന്നു, ഈ കേരളത്തിൽ നടക്കുന്നു. നവോത്ഥാനമാണ്. അവിടെ ജാതിയില്ല, മതമില്ല. ഇന്ത്യയുടെ GDP 3%, 4%, 5% കിടന്ന് എഴയുമ്പോൾ കേരളത്തിൻ്റെ GDP 13%. കാശുണ്ടാക്കുന്നു സേവന മേഖലയിലൂടെ. അതോടൊപ്പം നവോത്ഥാനത്തിൻ്റെ ആദ്യകാല ശിലയിൽ പണിതുയർത്തിയ സൗധങ്ങളാണ് കേരളത്തിൽ. കേരളം നവോത്ഥാനത്തിൻ്റെ ആധുനിക അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കേരളത്തിൽ പണ്ട് താമസിക്കാൻ ഒരു മുറിയില്ലായിരുന്നു, അന്തസ്സായി താമസിക്കാൻ ഒരിടമില്ലായിരുന്നു. മോഡി സ്വച്ഛ ഭാരത് പറയുമ്പോൾ ഇവിടെ സ്വച്ഛ ഭാരത് നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു കേരളത്തിൽ. അതായത് നവോത്ഥാനത്തിൻ്റെ മൂർത്തിമത് ഭാവമായി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്പർ 1 കേരളം. UN-ന്റെ കണക്കനുസരിച്ച് 74% ഇന്ത്യൻ ജനതയും ഹെൽത്തി ഫുഡ് കഴിക്കാൻ അഫോർഡബിൾ അല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. ആരോഗ്യകരമായി ഭക്ഷിക്കാൻ കഴിയാത്ത, ശേഷിയില്ലാത്തവർ താമസിക്കുന്ന, ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളം 90% പേരും ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിന് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. ഇത് നവോത്ഥാനമാണ്. ഒന്നും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആധുനിക ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന നവോത്ഥാനം. ഞാൻ പറഞ്ഞ സേവന രംഗത്തുള്ള
യുവാക്കളുടെയും യുവതികളുടെയും ആരും പഠിപ്പിക്കാത്തതും പറയാത്തതും പ്രേരിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു നവോത്ഥാന നടപ്പിലാക്കലാണ്. അതുപോലൊന്നാണ് ഞാൻ പറഞ്ഞ തൊഴിൽ രംഗത്തിൻ്റെ വിസ്തൃതി. കേരളീയർ ഇന്ന് 152 രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കേരള യുവതികളും യുവാക്കന്മാരും മധ്യവയസ്കരും, വയസ്സന്മാരുടെ കാര്യം ഞാൻ വിട്ടു, നമ്മളെ പോലുള്ളവർ, അവർ തൊഴിലെടുക്കുന്ന ഇടങ്ങളാണ് 152 രാജ്യങ്ങൾ. അത് അന്നത്തെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ചിലയിടലാണ് നവോത്ഥാനത്തിൻ്റെ. യഥാർത്ഥ മറുപടി അങ്ങനെ ഒന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ചർച്ചയുടെ കൂട്ടായ്മയിൽ ഞാൻ വന്നു, എൻ്റെ ചർച്ച ചെയ്തു. പക്ഷേ വളരെ വിലപ്പെട്ട നല്ല ചർച്ചകളാണ് ഇവിടെ ഉണ്ടായത്. കൂടുതൽ സമയം കേൾക്കണം, സമയപരിമിതി കൊണ്ടാണ് ആഗ്രഹമുണ്ട്. കാരണം ഈ നമ്മൾ സംസാരിക്കുക എന്നതിനേക്കാളേറെ കേൾക്കുമ്പോഴാണ് നമ്മുടെ അറിവിൻ്റെ മേഖല വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് രാമേന്ദ്ര സാറിനെ പോലെയുള്ള മഹാചരിത്ര പണ്ഡിതന്മാരിരിക്കുന്ന സ്ഥലത്ത് ഈ അല്പജ്ഞാനിയായ ഞാൻ വന്ന ചരിത്രത്തെ, പക്ഷേ ഈ നവോത്ഥാനം പറയുമ്പോൾ ഒരു പ്രശ്നം, ഏതൊക്കെ അവിടെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതാ പ്രശ്നം. സാറ് പറഞ്ഞ ചിലപ്പതികാരം മണിമേഖല യഥാർത്ഥം എനിക്കും സംശയമുള്ള ഉണ്ടായിട്ടുണ്ട്. സാറ് പറഞ്ഞ ശാസ്ത്രീയമായ സംശയമല്ല, ആ ശീർഷകം തന്നെ എനിക്കെന്തോ അതിന് ആ 10 അകന്നാന്നൂറ് പുറന്നാന്നൂറ് എന്ന് പറയുമ്പോൾ ചിലപ്പതികാരം എന്ന് പറയുമ്പോൾ ഈ ശീർഷകത്തിൻ്റെ ഭാഷാപരമായി തന്നെ ആ പഴമ അതിനില്ല എന്നുള്ളതാണ്. ഈ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാറല്ല, ഞാൻ പലപ്പോഴും പല ചരിത്രകാരന്മാരും ചരിത്രം കഥിക്കുന്നവരും പറയാറുണ്ട്, ഒരു വ്യവസ്ഥാപിതമായ ഒരു ചരിത്രം അത് ഞാൻ മാത്രമല്ല എന്നെപ്പോലെയുള്ള ഈ അല്പജ്ഞാനികൾ ഇങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയ തലമുറ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം അതല്ല സാർ, ഞാൻ സാറിനോട് പറയാം. നമ്മളെ സർവകലാശാലകളിൽ ചരിത്രത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് പുറത്തു വരുന്നില്ല. 2, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഞാൻ ഒരിക്കലും ഡോക്ടർ മൈക്കൽ തരകൻ സാറും ഒക്കെ ഇരിക്കുന്ന ഒരു സെമിനാറിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുമ്പോൾ, അത് കാരണം പുരാവസ്തു വകുപ്പിൻ്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ രാഘവ വാര്യർ സാറ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഈ താളിയോല ഗ്രന്ഥം എല്ലാം കൂടെ നിരത്തി വെച്ച തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്തുമെന്ന്. സത്യത്തിൽ അത് പലതും തുറന്നു നോക്കിയിട്ടില്ല എന്നാണ് രാഘവ വാര്യർ സാറ് പറഞ്ഞത്. സത്യത്തിൽ അതെ, അതൊന്നും തുറന്നു പോലും. ഇനി വീടുകളിലിരിക്കുന്ന, പണ്ട് നമ്മളൊരു പദ്ധതി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി വീടുകളിലിരിക്കുന്നതോ ഇപ്പോഴും അവർ ഏറ്റെടുത്തിട്ടില്ല. സത്യത്തിൽ ഈ ചരിത്രത്തിൻ്റെ ഇനിയും ചരിത്രത്തിലില്ലാത്തതാണ് എഴുതി വെച്ചതിനേക്കാളും അപ്പുറമുള്ളത്. പ്രാദേശികമായ പല ചരിത്ര രചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശാസ്ത്രീയമായ ഇതൊന്നും അതിന് ലഭിക്കുന്നില്ല. ഞാനും ഇടയ്ക്കൊക്കെ ഇതിലൊക്കെ പങ്കാളിയാവാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു ചരിത്രം എഴുതാനോ അതിലേക്ക് പോകാനുള്ള ഒരു സാങ്കേതികത്വമോ അറിവോ ജ്ഞാനമോ ഒന്നും നമുക്കില്ല. പക്ഷേ ഈ ചരിത്രത്തിൽ ഇല്ലാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പുറത്തു വരാത്തതായിട്ടുള്ള നിരവധിയുണ്ട്. ഇടയ്ക്ക് സ്ത്രീകൾ, ഈ നവോത്ഥാനത്തിലെ സ്ത്രീകൾ, ഞാൻ ഈ അടുത്ത സമയത്ത് വളരെ ചെറുതായിട്ട് കൊല്ലം ജില്ലയിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പിറകോട്ടൊന്ന് നോക്കി. ഒന്നുമില്ല, ഒരു രക്ഷയില്ല. മുത്തടവും ചോദിച്ചു, അവസാനം ചെന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ പിറകോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് പലതും ഇല്ല, പലതും അറിയാൻ കഴിയുന്നില്ല. ആ അറിവിൻ്റെ പരിമിതികളുടെ നടുക്ക് നിന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രീധരമേനോനക്കുളത്തെ ഈ പ്രോഗ്രാം എഴുതി വെച്ചത് ഒരു വ്യവസ്ഥാപിത ചരിത്രത്തിൽ ഇടയ്ക്ക് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ ചരിത്രം എഴുതാൻ തറപ്പെട്ടു. അപ്പം അവർ പറഞ്ഞത് നമ്മൾ നിഷ്പക്ഷ ചരിത്രമല്ല മറ്റത്, അതുകൊണ്ട് നമ്മൾ പക്ഷപാത ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നെന്ന്. ആ തമ്മിൽ തന്നെ അവിടെ തന്നെ വൈരുദ്ധ്യം. അതൊന്നും പിന്നെ പുറം കണ്ടില്ല, വെളി കണ്ടില്ല. ഇങ്ങനെ കുറേ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അവിടെ ഇപ്പോഴും ആ ഇരുട്ട് ഇങ്ങനെ ഉണ്ട്. ആ ഇരുട്ട് മറനീക്കി പോകുവാൻ സത്യത്തിൽ പുതിയ തലമുറ, പുതിയ യൂണിവേഴ്സിറ്റികൾ അതെല്ലാം ഉണ്ടാകട്ടെ. അവർ ചെയ്യുന്ന, ഇടയ്ക്ക് ഞാൻ ഈ വിക്കിപീഡിയയിൽ മറ്റേ നോക്കുമ്പോഴാണ് ഈ ശബരിമലയിൽ കൊടിയിൽ കുതിര വന്നത്. ഒരു കുട്ടിയുടെ എന്താണ് കുതിര വന്നത് എന്നുള്ളതാണ്. അത് ഞാൻ അത് കണ്ട് ഞാൻ ഇതിലെഴുതി. എന്തൊരു വിമർശനമായിരുന്നു. കാര്യം ഇതിന് വിമർശിക്കുന്നവർ അവരുടെ ഉള്ളിലിരിക്കുന്ന ചരിത്രമേ അവർ അങ്ങോട്ട് മുന്നോട്ട് വെക്കുകയുള്ളൂ. പക്ഷേ വലിയ മേഖല, ഒരുപാട് കടന്നു പോകേണ്ട ഒരു മേഖലകളാണ് ആ രംഗത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ടും ഇവിടെ വന്ന വളരെ വിലപ്പെട്ട ചർച്ചകളെ
സത്യത്തിൽ കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഇനിയും സംസാരിക്കാനല്ല, ഇത്ര നല്ല പ്രഭാഷണങ്ങളുണ്ടെങ്കിൽ കേൾക്കാൻ വിളിച്ചാൽ വരാൻ തയ്യാറാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. എന്തായാലും കേരളത്തിൽ വലിയ മാറ്റങ്ങളും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ കാലത്ത് ചില ഭീഷണികളുമുണ്ട്. കാരണം ഒരു ഡിജിറ്റൽ എക്കണോമിയും ഒരു വൈജ്ഞാനിക സമൂഹവും രൂപപ്പെടുമ്പോഴും അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് പോകുന്ന ഒരു മഹാഭൂരിപക്ഷം ജനവിഭാഗം ഇവിടെ ഉണ്ടാകുമോ എന്ന ആശങ്ക ഈ എളിയ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മളെ ആകുലതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും താഴെത്തട്ടിലേക്ക് ഈ നേട്ടങ്ങൾ താഴെ ചെന്നെത്തിയിട്ടില്ല. പുതിയ ലോകത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന ആകുലതകളുണ്ട്, ആശങ്കകളുണ്ട്. പലപ്പോഴും അത് അക്കാദമിക് രംഗത്ത് മാത്രം നിന്ന് പോകുമോ, അതേ പൊതുസമൂഹത്തിൽ ഒരു മഹാഭൂരിപക്ഷം വീണ്ടും ഇതിൽ നിന്ന് അകന്നു പോകുമോ എന്ന ആശങ്കകൾ കൂടി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതിന് വന്നതിന് നിങ്ങളെല്ലാം കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നന്ദി.